السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ KICRലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, അഭിമന്യരായ അഡ്മിൻ സഹോദരങ്ങൾ, മറ്റ് KICRന്റെ എല്ലാമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബഹുമാന്യനായ സൈനുൽ ആബിദീൻ മൈക്ക് എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയതാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഞാൻ കരുതി ഏതോ ലൈവാണോ എന്നൊരു സംശയം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ചോദിച്ചത്. ആരും പ്രതികരിച്ചും കണ്ടില്ല. അതുകൊണ്ട് പിന്നെ അല്പം താഴോട്ടൊക്കെ പോയി ഒന്ന് പുറത്തുപോയി വന്നതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ക്ലാസ് നമുക്ക് തുടങ്ങാം. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈനിന്റെ നമുക്ക് ഓതാനുള്ള ഭാഗം ബഹുമാന്യരായ അബ്ദുല്ലാ തന്നൂർ ഒരു സ്ഥലത്തുണ്ടെന്നാണ് തോന്നുന്നത്. ഇടക്ക് മൂപ്പരുടെ ശബ്ദം കേട്ടിരുന്നു, എങ്ങനെയാ വന്നതാണെന്നില്ല, പിന്നാളെ കാണാനുമില്ല. ഇടക്ക് അബ്ദുല്ലാ തന്നൂർ ശബ്ദം കേട്ടിരുന്നു, പക്ഷെ എന്തായിന്നറിയില്ല. ബഹുമാനപ്പെട്ടവരോ അല്ലെങ്കിൽ ദുൽദുലോ ഏതെങ്കിലും സുഹൃത്തുക്കൾ നമുക്ക് ഓതേണ്ട ഭാഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം. അബൂഹസൻ പേജ് നമ്പർ ചോദിക്കുന്നത് ഭയങ്കര ഇടങ്ങാറാണ്, എത്രയാണെന്ന് കൃത്യം കിട്ടുന്നില്ല. പേജ് നമ്പർ അബൂഹസൻ ചോദിക്കുന്നുണ്ട്. എങ്ങനെയും പറയാ, അബ്ദുല്ലാ തന്നൂർ തന്നെ ഇല്ലേ? ഏകദേശം നിങ്ങൾക്ക് തോന്നുന്നൊരു ഭാഗം ടെക്സ്റ്റ് ചെയ്താൽ ഞാൻ പറയാം ഇന്ന പേജ്. അബൂഹസൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം പറയുകയാണെങ്കിൽ ഏകദേശം ഞാൻ ഇതാക്കുക. 90 അടുത്തല്ലേ? അതെ തോന്നുന്നു, ഏകദേശം 90 തന്നെ. അതെ, അബ്ദുൽ തോട്ടക്കാട് സാഹിബ് ഉണ്ട്. ഏകദേശം 90 അടുത്ത് തന്നെയാണ്. ഒന്ന് നോക്കി നോക്ക്, കിട്ടാ ഞാൻ ഏകദേശം പറയാം. പേജ് 90 ആയിക്കോട്ടെ. കിതാബല്ലല്ലോ അബൂഹസൻ ചോദിച്ചതല്ലേ? അതിനിടയിൽ ഒരു മസാല ചോദിക്കാണ്. ചത്ത കൊതുക് നജസാണോ എന്നാണ് ചോദ്യം. ചത്ത കൊതുക് നജസാണോ? ഏസോർ ഇടുക. അബൂഹസൻ ഈ ഭാഗമല്ല, ഈ ഭാഗം കഴിഞ്ഞിട്ട് കുറെ വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-20 പേജ് വരാനുണ്ട്. അബൂഹസൻ നിങ്ങൾ ഇട്ട ഭാഗത്തുനിന്ന് 10-20 പേജ് ഏകദേശം വരാനുണ്ട്. കിതാബില് 4-5 പേജേ വരുള്ളൂ. എന്നാലും നിങ്ങളാ ഇതിൽ ഒരു 4-5 പേജ് വരാനാണ് സാധ്യത. ഒന്ന് നോക്കുക. മുനീർ കൊറാളിയൻ സഹോദരൻ അസ്സലാമു അലൈക്കും ഇട്ടിട്ടുണ്ട്. സഹോദരനെ ഇന്നലെ ഇവിടെ നന്ദി ദാറുസ്സലാമിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു. ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇന്നലെ കാര്യമായി നമ്മുടെ ഇവിടെ നന്ദി വാർഷിക സന്ദർശനം നടക്കുമ്പോൾ അതിലേക്ക് പങ്കെടുക്കാനും മറ്റൊക്കെയായി ഇവിടെ എത്തിച്ചേർന്നായിരുന്നു, കാണാൻ സാധിച്ചു. ഏതായാലും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് സഹോദരനും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാം. അബൂഹസൻ നിങ്ങൾ ആ ടെക്സ്റ്റ് ചെയ്തോളൂ. ഞാൻ ചോദ്യം വീണ്ടും ആവർത്തിക്കാണ്. നോ എന്ന് 2-3 ആൾ ഇട്ടിട്ടുണ്ട്. എന്താ മനസ്സിലായില്ല? ചത്ത കൊതുക് നജസാണോ എന്നാണ് ചോദ്യം. ചത്ത കൊതുക് നജസാണോ? അബൂഹസൻ ഒരു പേജ് കൂടി ബേക്കിൽ വരട്ടെ. മുസ്കിരിൻ അബൂഹസൻ ഏകദേശം ഒരു 1-2 പേജ് കൂടി വന്നാൽ 2 പേജ് അല്ലെങ്കിൽ 1 പേജ് ബേക്കിൽ, ഒരു പേജും കൂടി ബേക്കൂട്ട്. ബഹുമാനപ്പെട്ട അബ്ദുള്ള തന്നൂർ ഒരു സ്ഥലത്തില്ല. ദുൽദുലും ഇബാറത്ത് ഏതാ? ഇബാറത്ത് പറഞ്ഞത് തീരുമാനാവൂലെ? എങ്ങനെയാണ് ഇബാറത്ത്? വയത്തുഹുറു മുതനജ്ജിസുൻ ബി ഐനിയത്തിൻ, വയത്തുഹുറു മുതനജ്ജിസുൻ ബി ഐനിയത്തിൻ. അബൂഹസൻ മുന്നോട്ടാ പോയത് അല്ലേ? ബേക്കോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ടതിന്റെയും കുറച്ചും കൂടി മുന്നോട്ട് തന്നെ വരേണ്ടതാണ്. ഞാൻ പറഞ്ഞ പ്രയോഗത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അബൂഹസൻ ഇട്ടതിന്റെ അടുത്ത ഭാഗമാണ് ഇനി വേണ്ടത്. നെക്സ്റ്റ് ഭാഗമാണ് വേണ്ടത്, മുന്നോട്ടല്ല. ഇട്ടതിന്റെ നെക്സ്റ്റ് ഭാഗം. ഇബാറത്ത് വയത്തുഹുറു മുതനജ്ജിസുൻ ബി ഐനിയത്തിൻ എന്ന് പറയുന്ന ഭാഗമാണ് സൈനുൽ ആബിദീൻ. ഗൂഗിൾ സെർച്ച് ചെയ്യാനായിരിക്കും അല്ലേ? ഓക്കെ, എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. ചത്ത കൊതുക് നജസാണോ അല്ലേ? ചത്ത കൊതുക് നജസാണോ അല്ലേ എന്നാണ് ചോദ്യം. ആണെങ്കിൽ എസ് എന്നടിക്കുക, അല്ലെങ്കിൽ നോ എന്നടിക്കുക. മുഹമ്മദ് പുളിക്കൂത്തി എന്ന സഹോദരൻ നോ എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഓരോരുത്തരും ടെക്സ്റ്റ് ബാൻ ചെയ്തോളൂ, സമയം കളയണ്ടല്ലോ. അബൂ ഹസൻ ഒന്നുകൂടി കുറച്ച് ഭാഗം ഒരു പേജും കൂടി ബേക്കോട്ട് വരട്ടെ. ബേക്കോട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ, അതായത് മുന്നോട്ട് 112, ഇപ്പോൾ 111 പേജുള്ളതെങ്കിൽ 112 വരട്ടെ. 112 113 ആയിരിക്കും നമ്മുടെ ഭാഗം. അപ്പോ 111 112 113 ആയിരിക്കും നമ്മുടെ ഭാഗം. അതൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. അതോടൊപ്പം മറ്റേ ചോദ്യത്തിന് ഉത്തരം വദാഹിറുൻ അന്നഹു, അതെ, വയത്തുഹുറു മുതനജ്ജിസുൻ, ആടുന്ന് മുതലൊന്നും എടുത്തോ. ഈ ഭാഗത്തിൽ തന്നെ ഉണ്ട്, അതിന്റെ അല്പഭാഗം കുറച്ചിന ഭാഗമേ ഉള്ളൂ എന്ന് മാത്രം. വയത്തുഹുറു മുതനജ്ജിസുൻ, ആടുന്നാണ് നമുക്ക് ഇന്ന് വേണ്ട വിഷയം. മുഹമ്മദ്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പലരും ടെക്സ്റ്റ് ചെയ്തില്ല, ഒന്നുകൂടി ചോദിക്കുന്നു. ചത്ത കൊതുക് നജസാണോ അല്ലേ? ഒരു സഹോദരൻ മാത്രമേ ടെക്സ്റ്റ് ചെയ്ത് കണ്ടുള്ളൂ. ഒന്നുകൂടി അവർ ചോദ്യം ആവർത്തിക്കുന്നു. ചത്ത കൊതുക് നജസാണോ അല്ലേ? നോ, നോ, അല്ല. 3 ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രതികരണം കാത്തിരിക്കുന്നു. നോ, യെസ്, ഒരാൾ യെസ് നടിച്ചിട്ടുണ്ട്. നോ, നോ. ഒന്ന് പെട്ടെന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും അവരുടെ വിവരമനുസരിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ശരിയായ ഉത്തരം ഇൻഷാ അല്ലാഹ് ഏതാണെങ്കിലും അവസാനം നമുക്ക് പറയാം. ചത്ത കൊതുക് നജസാണോ അല്ലേ? ചത്ത കൊതുകാണ് ചോദ്യം. ചത്ത കൊതുകാണ് ചോദ്യം. നോ. എല്ലാവരും നോന്റെ ആളാണ്. ഞാൻ ഉത്തരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭൂരിഭാഗം ആളുകളും നൽകിയ മറുപടി തെറ്റാണ്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പുള്ള ഫത്ഹുൽ മുഈൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഫത്ഹുൽ മുഈനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വകമൈത്തത്തിൽ, ശവം പോലെയുമാണ്. വലോ നഹവ ദുബാബിൻ, അത് ഈച്ച പോലത്തതിൻ്റെതാണെങ്കിലും ശരി. മിമ്മാലാ നഫ്സ ലഹു സായിലത്തൻ, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടേതാണെങ്കിലും നജസാണ് എന്ന് വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ചോദിക്കാൻ ഉദ്ദേശിച്ച അതല്ല ചോദ്യം. എല്ലാവരും നജസ് എന്ന് പ്രതികരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് അടുത്ത ഒരു ചോദ്യത്തിനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഉത്തരം നോ എന്ന് ഭൂരിഭാഗം ആളുകളും ചെയ്തതുകൊണ്ട് തൽക്കാലം ആ ചോദ്യം ഇപ്പോൾ മാറ്റിവെക്കുന്നു. ആ ചോദ്യം സ്റ്റോപ്പ് ചെയ്യുന്നു എന്നർത്ഥം. വിഷയത്തിലേക്ക് കടക്കുന്നു. വയത്തുഹുറു, നജസ്സുകളെ ബഹുമാനപ്പെട്ട മഹാനവറുകൾ വിശദമായി പറഞ്ഞതിന് ശേഷം ഇനി വസ്തുക്കൾ, നജസായ വസ്തുക്കൾ എങ്ങനെ ശുദ്ധീകരിക്കാം എന്ന വിഷയത്തിലേക്കാണ് കടക്കുന്നത്. നജസ് ശുദ്ധിയാകുമോ? ഒരു ചോദ്യം കൂടി അടുത്ത നമ്മൾ കഴിഞ്ഞ ഭാഗത്തൊരു ചോദ്യമാണ്. നജസ് ശുദ്ധിയാകുമോ? നജസായ വസ്തുക്കൾ നജസ് ശുദ്ധിയാകുമോ എന്നാണ് ചോദ്യം. അതിനാണ് ഉത്തരം വരേണ്ടത്. നജസ് ശുദ്ധിയാകുമോ? മുത്തനജിസ് അല്ല, നജസ് ശുദ്ധിയാകുമോ? ഒരു വസ്തു യഥാർത്ഥത്തിൽ നജസാണ്. ആ നജസായ വസ്തു ശുദ്ധിയാകുമോ? ഇല്ല, നോ എന്നൊക്കെ കുറയുന്നുണ്ട്. എന്നാൽ ഒന്നുകൂടി വ്യക്തമായി ചോദിക്കാം. ശുദ്ധിയാകുന്ന വല്ല നജസും ഉണ്ടോ? അതെ, അബൂഹസൻ എന്തോ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ശുദ്ധിയാകുന്ന വല്ല നജസും ഉണ്ടോ? അതെ, അബൂഹസൻ എസ് എന്നും 2 എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. ഏകദേശം ഉത്തരം അദ്ദേഹത്തിനാണ് ചോദ്യം പിടുത്തം കിട്ടിയെന്ന് മനസ്സിലാകുന്നുണ്ട്. ബഹുമാൻ അബ്ദുറഹിമാനും DPM-ഉം KDPM അതുപോലെ മുനീർ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അതെ, നജസ് ശുദ്ധിയാകും. ഏതൊക്കെ നജസാണ് ശുദ്ധിയാകുന്നതെന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്ത് സമയം കളയണ്ട. ശുദ്ധിയാവുന്ന നജസ് ഏതൊക്കെ? അതെ, അബ്ദുറബീഹ് KDPM ഉസ്താദോണ് സംശയമുണ്ട്. ഓക്കെ ഓക്കെ തോല് അല്ലേ? അതെ, കള്ളും തോലും ഇത് 2 ശുദ്ധിയാവും. മറ്റൊരു നജസും ശുദ്ധിയാകൂല.
പിന്നെ ശുദ്ധിയാവുന്നത് മുത്തനജിസാണ്, നജസായ വസ്തുവാണ് ശുദ്ധിയാവുക. നജസായ വസ്തുവാണ് ശുദ്ധിയാവുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിഷയത്തിലേക്ക് കടക്കുന്നു. വയത്തുഹുറു മുത്തനജിസുൻ, നജസായ വസ്തു ശുദ്ധിയാകും. ആ ഭാഗം ഒന്ന് അബൂ ഹസൻ ഒന്ന് ടെക്സ്റ്റ് ചെയ്തേക്ക്. വയത്തുഹുറു മുത്തനജിസ് തുടങ്ങിയ ഭാഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്തേക്ക്. കഴിവതും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയാനൊന്ന് നമ്മുടെ ഫത്ഹുൽ മുഈന്റെ ആ ഭാഗം എല്ലാവരും ഒന്ന് സേവ് ചെയ്യുകയും ആവശ്യാനുസരണം ടെക്സ്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ എല്ലാവരും ഒരുങ്ങണമെന്ന് കൂടി അറിയിക്കുന്നു. ഒരാൾ തന്നെയാവുമ്പോൾ ചിലപ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ മറ്റോ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണമെന്ന് അറിയിക്കാം. വയത്തുഹുറു മുത്തനജിസുൻ, നജസായ വസ്തു ശുദ്ധിയുള്ളതാകും. ബി ഐനിയത്തിൻ, തടിയുള്ള വസ്തു കൊണ്ട് നജസായത് എന്ന് പറഞ്ഞാൽ മൂത്രമാണെങ്കിൽ മൂത്രം സ്ഥലത്തുണ്ട്, കാഷ്ടമാണെങ്കിൽ കാഷ്ടമുണ്ട്. ഇങ്ങനെ തടിയുള്ള വസ്തു അയിനുള്ളത് കൊണ്ട് നജസായത് ശുദ്ധിയാകും. ബി ഗസ്ലിൻ മുസീലിൻ, നീക്കിക്കളയുന്ന കഴുകൽ കൊണ്ട്. ബി ഗസ്ലിൻ മുസീലിൻ ബി സിഫാത്തിഹ, അതിന്റെ വിശേഷണങ്ങളെ നീക്കിക്കളയുന്ന കഴുകൽ കൊണ്ട് ശുദ്ധിയാകും. ഈ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മിൻ തുഅമിൻ, രുചിയിനാലും, വലൗനിൻ, നിറത്തിനാലും, വരീഹിൻ, വാസനയാലും. ഗന്ധം, നിറം, രുചി ഇത് നീങ്ങിക്കളയണം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വസ്ത്രത്തിലോ മറ്റോ രക്തമായി, രക്തം നജസാണ്. അപ്പോൾ രക്തമായ വസ്തു മുത്തനജിസാണ്. ആ രക്തം ഇവിടെ തന്നെ കാണാനുണ്ട്. എന്നാൽ രക്തത്തിന്റെ നിറം, രുചി, ഗന്ധം ഇത് മൂന്നും നീങ്ങണം. അപ്പോഴാണ് അത് ശുദ്ധിയായി എന്ന് പറയാൻ പറ്റുക. എന്നാൽ ചിലപ്പോൾ ചില കാലങ്ങൾ പഴകിയ രക്തം, അതുപോലെ മറ്റു ചില വസ്തുക്കളൊക്കെ നജസ് ചിലപ്പോൾ നിറം നീങ്ങാതെ നിൽക്കും. അല്ലെങ്കിൽ എത്ര ഒരുപാട് കഴുകി പക്ഷെ രുചി, വാസന പോകുന്നില്ല എന്നൊക്കെ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അതിന് പ്രത്യേക അളവുണ്ട്. അതാണ് പറയുന്നത് വയത്തുഹു. ഒന്നും കൂടി കേട്ടോളൂ. വയത്തുഹുറു മുത്തനജിസുൻ ബി ഐനിയത്തിൻ, അയിനുള്ള എന്ന് പറഞ്ഞാൽ തടിയുള്ള വസ്തു കൊണ്ട് നജസായത് ശുദ്ധിയാകും. തടിയില്ലാത്തെന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങിയ മൂത്രാണ്, നിറവില്ല, വാസനയില്ല, രുചിയുമില്ല, പിന്നെ അതിന് തടിയുണ്ടെന്ന് പറയാൻ പറ്റൂല. അല്ല, തടിയുള്ള വസ്തു കൊണ്ട് നജസായത് ശുദ്ധിയാകും എന്ന് പറഞ്ഞാൽ സാധനം നജസും കാണാനുണ്ട് എന്നർത്ഥം. കാണാനുള്ള അയിനുള്ള നജസ് കൊണ്ട് നജസായത് ശുദ്ധിയാകും. ബി ഗസ്ലിൻ മുസീലിൻ ബി സിഫാത്തിഹ, ആ വസ്തുവിന്റെ നജസായ അയിനിന്റെ വിശേഷണങ്ങളെ നീക്കം ചെയ്യുന്ന കഴുകൽ കൊണ്ട്. അതെങ്ങനെയാണ് നീക്കം ചെയ്യൽ? ബി മുൻതഅമിൻ, രുചി, നിറം എന്തൊക്കെയാണ്, വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? മിൻ തുഅമിൻ, രുചിയാൽ, വലൗനിൻ, നിറത്തിനാൽ, വരീഹിൻ, ഗന്ധത്തിനാൽ, വാസനയാൽ. എന്നാൽ ചിലപ്പോൾ നിറമോ വാസനയോ നീക്കം ചെയ്യാൻ പ്രയാസം വന്നേക്കാം. അത്തരം ഘട്ടങ്ങളിൽ വലാ യദുറു ബഖാഉ ലൗനിൻ, നിറം ശേഷിക്കുന്നത് കുഴപ്പമില്ല. ഔരീഹിൻ, അല്ലെങ്കിൽ വാസന. എങ്ങനെയുള്ള നിറമോ വാസനയോ ആണ്? അസുറ സവാലുഹു, അത് നീങ്ങൽ പ്രയാസമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കാലം പഴകിയതാണ്. രക്തത്തിന്റെ കല പോണില്ല, കളറ് പോണില്ല, പക്ഷെ ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ രക്തത്തിന്റെ നിറം പോണില്ല, അല്ലെങ്കിൽ കുറെ കഴുകി എത്രയായിട്ടും ഗന്ധം, വാസന പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില നജസുകൾ ഉണ്ടായേക്കാം. അത്തരം അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം ശേഷിക്കുകയാണെങ്കിൽ അത് ശേഷിച്ചത് കൊണ്ട് കുഴപ്പമില്ല. വലാ യദുറു ബഖാഉ ലൗനിൻ, നിറം ശേഷിക്കുന്നത് പ്രയാസമാവില്ല. ഔ രീഹിൻ, അല്ലെങ്കിൽ വാസന. അസുറ സവാലുഹു, എങ്ങനെയുള്ള നിറമോ വാസനയോ ആണ്, അത് നീങ്ങൽ പ്രയാസമായിരിക്കുന്നു. രണ്ടാലൊന്ന് മാത്രം. വലൗമിൻ മുഗല്ലബിൻ, അത് മുഗല്ലബിൽ നിന്നുള്ളതാണെങ്കിലും ശരി. വലൗമിൻ മുഗല്ലബിൻ, അത് മുഗല്ലബിൽ നിന്നുള്ളതാണെങ്കിലും ശരി. മുഗല്ലബ് എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ നജസ്, അതായത് നായ, പന്നി കൊണ്ട് തുടങ്ങിയ വസ്തുക്കളെ കുറിച്ചാണ് മുഗല്ലബ് എന്ന് പറയാം. വലൗമിൻ മുഗല്ലബിൻ, അത് മുഗല്ലബിൽ നിന്നുള്ളതാണെങ്കിലും ശരി. ഗൗരവം കൂടിയ നജസാണ് നായ, പന്നി. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് മുഗല്ലബ് എന്ന് പറയൽ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, നജസിനെ 3 ഘട്ടങ്ങളായിട്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നമ്മുടെ കിതാബിൽ ഒരുപക്ഷെ വ്യക്തമായി വരും, അല്ലെങ്കിൽ സാന്ദർഭികമായി ഇപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് വിഷയം വരികയാണെങ്കിൽ ചോദിക്കും, അപ്പോഴേക്ക് ഓർമ്മയിൽ വേണമെന്നുകൂടി ഉണർത്തുന്നു. അന്നേരം ആവർത്തിക്കാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ടാണ്. എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് മുഖഫഫ്, മുഖഫഫായ നജസാണ്, പക്ഷെ മുഖഫഫാണ്, വളരെ ലഘുവായതാണ്. അത് ഏതാന്ന് പറഞ്ഞാൽ 2 വയസ്സ് തികയാത്ത പാലു മാത്രം ഭക്ഷിച്ച ആൺകുട്ടിയുടെ മൂത്രം, അതിനെക്കുറിച്ച് മുഖഫഫായ നജസ് എന്ന് പറയും. ആ നജസ് വൃത്തിയാക്കാൻ നമുക്കൊക്കെ അറിയാം. ആ വെള്ളത്തേക്കാൾ, മൂത്രത്തേക്കാൾ കൂടുതലായ നിലക്ക് ആയ സ്ഥലത്തൊക്കെ വെള്ളം എത്തുന്ന രൂപത്തിൽ വെള്ളം കുടഞ്ഞാൽ ആ മൂത്രം ശുദ്ധിയാവും, അല്ലെ? എല്ലാവർക്കും അറിയുന്നുണ്ട്. പക്ഷെ 2 വയസ്സുവരെ പാല് മാത്രം കുടിക്കുന്ന കുട്ടികൾ നമ്മൾ കാണാറില്ല. പൊതുവെ നമ്മൾ കൊടുക്കണമെന്ന അഭിപ്രായക്കാരുമാണ്.
അല്ലെ? എന്റെ ശബ്ദം ശ്രവിക്കുന്നവരാരെങ്കിലും കൂടുതൽ ശാസ്ത്രമോ മറ്റോ അറിയുന്നവരുണ്ടെങ്കിൽ പാല് മാത്രം 2 വയസ്സ് വരെ കൊടുക്കുന്നതിൽ അഭികാമ്യമോ മറ്റോ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നാവും. ഏതായാലും പൊതുവെ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഏകദേശം 8 മാസം 9 മാസമൊക്കെ ആകുമ്പോഴേക്ക് മറ്റുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങണം, അല്ലെങ്കിൽ കുട്ടി കുടിക്കില്ല, തിന്നില്ല എന്നൊക്കെയാണ് പൊതുവെ പറയാറ്. ഏതാണ് ശരിയെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ചാരെങ്കിലും ശാസ്ത്രമായോ ഇനി കിതാബുപരമായോ ഉണ്ടെങ്കിൽ ഖുർആനിൽ 2 വർഷം മുല കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എന്നതുകൊണ്ട് വേറൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വാസ്തുവിക്ക് എങ്ങനെയാണ് അതിന്റെ കൃത്യമായി ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് പിടുത്തമുണ്ടെങ്കിൽ അതും ഇവിടെ സമർപ്പിക്കാവുന്നതാണ്. ഏതായാലും പറഞ്ഞു വന്നത് മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായി കാണുന്ന നജസ്. അതാണ് ഈ കുട്ടിയുടെ 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം. 2 മുഗല്ലദായ നജസ്. മുഗല്ലദ് എന്ന് പറയുന്നതാണ് നായ, പന്നി അതുമായി ബന്ധപ്പെട്ടതുമായി നജസായത്. നായ, പന്നി അതിന്റെ സ്പർഗകളിൽ നിന്നും അതിന്റെ സന്താനങ്ങളിൽ നിന്നും മറ്റോ ഉണ്ടായ നജസാണ് മുഗല്ലദായ നജസ്. ഗൗരവം കൂടിയത് ഗൗരവം കട്ടി കൂടിയ നജസ്. അതിന്റെ 2ന്റെ ഇടയിലുള്ളതാണ് മുത്തവസ്സിത്തായ നജസ്. മുഖഫഫ്, മുഗല്ലദ്, മുത്തവസ്സിത്ത്. അപ്പൊ സാധാ നജസുകളൊക്കെ മുത്തവസ്സിത്തിന്റെ പരിധിയിലാണ് പെടുന്നത്. ഗുഡ്വേ, രക്തമൊലിക്കാത്ത ചെറിയ പ്രാണികൾ വീണിട്ട് പകർച്ചയായിട്ടില്ലെങ്കിൽ വിടുതിയുണ്ടെന്ന് നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? രക്തം ഒലിക്കാത്ത ചെറിയ പ്രാണികൾ വീണിട്ട് പകർച്ചയായിട്ടില്ലെങ്കിൽ വിടുതിയുണ്ടെന്ന് നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞിരുന്നു. അത് ശരിയാണ്. ഗുഡ്വേ, നിങ്ങൾ പറഞ്ഞ ആ ഉത്തരം നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞത് കൃത്യമായും യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ ക്ലാസ്സിൽ കടന്നു വന്ന ഒരു വലിയ വിഷയമാണ്. അതായത് നമ്മൾ രക്തമൊലിക്കാത്ത ചെറിയ പ്രാണികൾ നജസാണോ അല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം നജസാണ്. ആ മൈത്തത്ത് നജസാണ്. അതേസമയത്ത് വെള്ളത്തിൽ അത് വീണു, വിട്ടതല്ല, വീണതാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല, എന്നൊരു പ്രശ്നവുമില്ല. അത് നമ്മുടെ ഫത്തുൽ മുഈന്റെ ആദ്യ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. അതേസമയത്ത് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ ഒരു ചത്ത ഉറുമ്പ് നമ്മുടെ കുപ്പായത്തിന്റെ കീശയിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ നിസ്കാരം മാറ്റണം, കാരണം നജസാണ്. മനസ്സിലായല്ലോ? ഫൈദ് ഉസ്താദ് പറഞ്ഞത് നമ്മൾ ക്ലാസ്സിൽ ധാരാളം പ്രാവശ്യം ആവർത്തിച്ച ഒരു ഭാഗമാണ്. കാരണം അത്രയും കുറച്ച് നന്നായി ചർച്ച ഫത്തുൽ മുഈൻ ആ വിഷയം ചെയ്തിട്ടുണ്ട്. ഏതായാലും 3 നജസുകൾ പറഞ്ഞു. ഒന്ന് മുഖഫഫ്, 2 മുഗല്ലദ്, 2ന്റെയും ഇടയിലുള്ളത് മുഗല്ലദ്. അപ്പൊ മുഗല്ലദിൽ നിന്നാണെങ്കിൽ പോലും ഈ ഗന്ധമോ വാസനയോ നിറമോ മാത്രം ശേഷിക്കുകയാണെങ്കിൽ അഫ്വ് ചെയ്യപ്പെടും എന്നതാണ് പറഞ്ഞത്. ഇനി ഇൻ ബഖിയാമഅൻ, 2ഉം ഒന്നിച്ച് ശേഷിച്ചാൽ എന്ന് പറഞ്ഞാൽ നിറവും പോയിട്ടില്ല, വാസനയും പോയിട്ടില്ല. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഫഇൻ ബഖിയാ മഅൻ, ഒന്നിച്ച് 2 പേരും ശേഷിക്കുകയാണെങ്കിൽ, 2ഉം ശേഷിക്കുകയാണെങ്കിൽ, അത് 2 നിറവും രുചിയും, അല്ല നിറവും വാസനയും. എന്നാൽ ലം യതുർ, ആ വസ്തു ശുദ്ധിയായിട്ടില്ല. ശുദ്ധിയാവണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ശേഷിച്ചാലേ പ്രശ്നമില്ലാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ പോവുക തന്നെ വേണം. ഇനി മുതനജ്ജിസുൻ ബി ഹുക്മിയ്യത്തി, ഹുക്മ കൊണ്ട് നജസായത് എന്ന് പറഞ്ഞാൽ തടിയൊന്നുമില്ല, സാധനം നജസായിട്ടുണ്ട്, എന്റെ കുപ്പായത്തിനോ മറ്റോ മൂത്രമായിട്ടുണ്ട്, നാറ്റവും ഇല്ല, കാണാനുമില്ല, ഒന്നുമില്ല. ഏതുപോലെ? അതാണ് ഹുക്മ. നജസാണ് എന്ന ഹുക്മുണ്ട്, ഹുക്മിയ്യത്ത് കൊണ്ട് നജസായത്. നജസാണ് എന്ന സ്ഥാനത്താണ്. മുതനജ്ജിസുൻ ബി ഹുക്മിയ്യത്തിൻ, ഹുക്മിയായ നജസ് കൊണ്ട് നജസായ വസ്തു ശുദ്ധിയാകും. അതേതുപോലെ? കബൗലിൻ ജഫ, ഉണങ്ങിയ മൂത്രം പോലെ. കബൗലിൻ ജഫ, ഉണങ്ങിയ മൂത്രം പോലെ. വലം യുദ്റക് ലഹു, ആ മൂത്രത്തിനിക്ക് എത്തിക്കപ്പെടുന്നില്ല. സിഫത്തുൻ, നേരത്തെ പറഞ്ഞ വിശേഷണമൊന്നുമില്ല, രുചിയില്ല, നിറമില്ല, വാസനയില്ല. അങ്ങനെയുള്ളതിനാണ് ഹുക്മിയ്യത്ത് എന്ന് പറയാം. അത്തരം നജസ് കൊണ്ട് നജസായ വസ്തു ശുദ്ധിയാകും. ബിജറിയിൽ മാഇ അലൈഹി മറത്തൻ, അതിന്റെ മേൽ ഒരു തവണ വെള്ളം നടക്കൽ കൊണ്ട്. അതിന്റെ മേൽ വെള്ളം ഒഴിച്ചുവിട്ടാൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല, കാരണം ഏകദേശം പോയിട്ടുണ്ടല്ലോ. ബിജറിയിൽ മാഇ അലൈഹി, അതിന്റെ മേൽ വെള്ളം ഒഴുകൽ കൊണ്ട്, മറത്തൻ ഒരു പ്രാവശ്യം. വഇൻ കാന ഹബ്ബൻ, അത് ധാന്യമാണെങ്കിലും ശരി. വഇൻ കാന ഹബ്ബൻ, അത് ധാന്യമാണെങ്കിലും ശരി. എങ്ങനത്തെ ധാന്യം? ഔ ലഹ്മൻ, അല്ലെങ്കിൽ മാംസമാണെങ്കിലും. എങ്ങനെയുള്ള മാംസമാണ്? തുബിഖ ബി നജസിൻ, നജസ് കൊണ്ട് പാചകം ചെയ്യപ്പെട്ടതായ, നജസ് കൊണ്ട് പാചകം ചെയ്യപ്പെട്ട മാംസ നജസല്ല, മറിച്ച് നജസ് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മാംസത്തിന് പാചകം ചെയ്യപ്പെട്ടപ്പോൾ മാംസത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? നജസായ പുകയൊക്കെ ഏറ്റു. ഇനി എന്ത് ചെയ്യണം? ആ
ഇതൊന്ന് കഴുകിയാൽ മതി. ഔ സൗബൻ അല്ലെങ്കിൽ വസ്ത്രമാണെങ്കിലും ശരി, എങ്ങനത്തെ വസ്ത്രം സുബിഗ ബി നജസിൻ, നജസ് കൊണ്ട് ചായം നൽകപ്പെട്ട അല്ലെങ്കിൽ നജസ് കൊണ്ട് പൂശപ്പെട്ട. സുബിഗ എന്ന് പറയാൻ ചായം നൽകുക, നിറം നൽകുക. ഔ സൗബൻ അല്ലെങ്കിൽ വസ്ത്രമാണെങ്കിലും ശരി, സുബിഗ ബി നജസിൻ, നജസ് കൊണ്ട് ചായം നൽകപ്പെട്ട വസ്ത്രമാണെങ്കിലും ശരി, അതിനിപ്പോൾ രുചിയോ നിറമോ വാസനയോ ഇല്ല എങ്കിൽ ഒറ്റ ഏർപ്പാടേ ചെയ്യേണ്ടുള്ളൂ. എന്ത് ചെയ്താൽ മതി? ഒന്ന് വെള്ളം നടന്നാൽ മതി. അപ്പോൾ ഫയത്തുഹുറു ബാത്തിനുഹ, ഈ പറയപ്പെട്ട മാംസത്തിന്റെ ഉള്ള്, ധാന്യത്തിന്റെ ഉള്ളൊക്കെ എങ്ങനെ ശുദ്ധിയാകും? അതിന്റെ ഉൾഭാഗം ശുദ്ധിയാകും. ബിസബ്ബിൽ മാഇ അലാ ളാഹിരിഹ, അതിന്റെ പുറം ഭാഗത്തിന്മേൽ വെള്ളമൊഴിച്ചാൽ. അല്ലെ, ധാന്യം ശുദ്ധിയാവണം, മാംസം ശുദ്ധിയാവണമെങ്കിൽ അതിന്റെ ഉള്ളു മാത്രം, പുറം മാത്രം ശുദ്ധിയായാൽ പോരല്ലോ, ഉള്ളും ശുദ്ധിയാവണ്ടേ. എന്നാൽ ഈ പുറം ഭാഗത്തൊഴിക്കൽ കൊണ്ട് തന്നെ ഉള്ളും ശുദ്ധിയായതായി പരിഗണിക്കുന്നതാണ്. ഫയത്തുഹുറു ബാത്തിനുഹ, അതിന്റെ ഉള്ള് ശുദ്ധിയായതാകും. ബിസബ്ബിൽ മാഇ അലാ ളാഹിരിഹ, അതിന്റെ പുറം ഭാഗത്ത് വെള്ളം ചൊരിയൽ കൊണ്ട്. അപ്പോൾ ഫയത്തുഹുറു ബാത്ത് ഏതുപോലെ തന്നെ കസൈഫിൻ, ഒരു വാള് പോലെ. സുഖിയ, വാളിനെ കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വാളെന്ത് നല്ലോണം എങ്ങനെ കുടിപ്പിക്കപ്പെട്ടു? മുക്കപ്പെട്ടിരിക്കുന്നു. മുക്ക കുടിക്കാൻ മുക്കാന്നർത്ഥത്തിൽ, മുക്കിയ വാള് പോലെ. അത്തരത്തിൽ വഹുവ, വാള് മുഹമ്മദ് നജസിൻ, നജസ്സുകൊണ്ട് ചൂടാക്കപ്പെട്ടതാണ്. നജസ്സുകൊണ്ട് ചൂടാക്കപ്പെട്ടതായ, നജസ്സുകൊണ്ട് ചൂടാക്കപ്പെട്ട, കുടിപ്പിക്കപ്പെട്ട കസൈഫിൻ സുഖിയ ബിസബ്ബിൽ മാഇ അലാ ളാഹിരിഹ കസൈഫിൻ സുഖിയ, കുടിപ്പിക്കപ്പെട്ട വാള് പോലെ. വഹുവ, അത്തരത്തിൽ ആ വാള് മുഹമ്മൻ ബി നജസിൻ, നജസ് കൊണ്ട് ചൂടാക്കപ്പെട്ടതാണ്, നജസ് കൊണ്ട് തീ കൊടുക്കപ്പെട്ടതാണ്. അപ്പൊ നജസായ തീ കൊണ്ട് തീ നൽകപ്പെട്ട ഒരു വാള് ശുദ്ധിയാവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ പുറംഭാഗത്ത് വെള്ളം ഒഴിച്ചുവിട്ടാൽ മതി. കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല, വെള്ളം ഒഴിച്ചിടപ്പെട്ടാൽ മതി. കസൈഫിൻ സുഖിയ, വെള്ളം ഒഴിക്കപ്പെട്ട അല്ലെങ്കിൽ വെള്ളം മുക്കപ്പെട്ട വാള് പോലെ. വഹുവ, അത്തരത്തിൽ ആ വാള് മുഹമ്മദ് നജസിൻ, നജസ് കൊണ്ട് ചൂടാക്കപ്പെട്ടതുമാകുന്നു. ആ നിലക്ക് അപ്പൊ ലാഹിർ ശരിയാവുന്നർത്ഥം. ഉള്ള് പുറം കഴുകിയാൽ തന്നെ ഉൾഭാഗവും ശുദ്ധിയായതായി പ്രഖ്യാപിക്കപ്പെടും എന്നർത്ഥം. ഇനി വൈസ്തറത്തു ഫീ തുഹരിൽ മഹല്ലി, ഒരു സ്ഥലം ശുദ്ധിയാവണം എന്നതിൽ ഷർത്താണ് വുറൂദുൽ മാഇൽ ഖലീലി, കുറഞ്ഞ വെള്ളം ഒഴിക്കണം, അലൽ മഹല്ലിൽ മുതനജ്ജിസി, നജസായ മഹല്ലിന്മേൽ. ഉദാഹരണത്തിന് വ്യക്തമായി നമുക്കൊക്കെ അറിയുന്ന ഒരു മസലയാണ്. എന്റെ തുണിക്ക് നജസായി, എന്നാൽ ഞാനൊരു ബക്കറ്റിലേക്ക് ആ തുണി നേരെ കൊണ്ട് ബക്കറ്റിലേക്ക് ഇട്ടാൽ ആ ബക്കറ്റും കൂടി നജസാവുമെന്നല്ലാതെ എന്റെ തുണി എന്താകാൻ പോകില്ല, വൃത്തിയാവില്ല. അതേസമയത്ത് എന്ത് ചെയ്യണം? ബക്കറ്റിലെ വെള്ളം എന്റെ തുണിയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് വേണ്ടത്, അല്ലാതെ തുണിയെ വെള്ളത്തിലേക്ക് ഇടുകയല്ല വേണ്ടത്. അതാണ് വൈസ്തറത്തു ഫീ തുഹരിൽ മഹല്ലി, സ്ഥലം ശുദ്ധിയാകുന്നതിൽ ഷർത്താക്കപ്പെടും. വുറൂദുൽ മാഇൽ ഖലീലി, കുറഞ്ഞ വെള്ളം ഒഴിക്കുക. ഏതിന്മേൽ? അലൽ മഹല്ലിൽ മുതനജ്ജിസി, നജസുള്ള സ്ഥലത്തിന്റെ മേൽ. നജസുള്ള സ്ഥലത്തേക്ക് വെള്ളം അങ്ങോട്ടൊഴിക്കുക, അല്ലാതെ എന്ത് ചെയ്യരുത്? നജസിന്മേൽ, ആ വസ്തുവിനെ വെള്ളത്തിന്മേൽ നജസിന് ഇടാൻ പറ്റില്ല. വെള്ളത്തിന്മേൽ നജസിട്ടാൽ ആ ഉള്ള വെള്ളവും കൂടി പോയി കിട്ടും എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രധാന വിഷയമാണ്. പിന്നെ ചിലപ്പോൾ ചില സഹോദരിമാരെ കലക്കുമ്പോഴാണ് ചിലപ്പോൾ അബദ്ധങ്ങൾ വരിക. നജസുള്ള വസ്തുക്കൾ നേരെ എന്ത് ചെയ്യും? ബക്കറ്റിലേക്ക് ഒന്നിച്ചങ്ങിടും. ബക്കറ്റിൽ ഒന്നിച്ചിട്ടാൽ എല്ലാം നജസായി, അല്ലെ? ഈ നജസുകൊണ്ട് ആ വെള്ളം നജസായി, അപ്പോൾ അതോടുകൂടി മൊത്തം നജസായി. പിന്നെ ഒരു പക്ഷേ പിന്നീട് കഴിയുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചോളണമെന്നില്ല. അപ്പൊ നജസ് മാറ്റി തന്നെ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നജസായ വസ്തുക്കൾ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇടരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലെ? അത് ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. നജസായതാവും ചിലപ്പോ എല്ലാം ഒന്നിച്ചിട്ടാൽ നജസും നജസല്ലാതെ. ഉദാഹരണത്തിന് പൊതുവെ കുട്ടികളുടെ മൂത്രത്തുണിയും മറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ വേറെ തന്നെ ചെയ്യും. അല്ലാതെ സാധാ മറ്റു നജസായതും ചിലപ്പോൾ നമ്മൾ പരിഗണിക്കാതിരിക്കും. ചിലപ്പോൾ നജസായതായാലും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ചെറുപ്പക്കാരുടെയൊക്കെ പാന്റ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും മൂത്രം കൊണ്ട് മറ്റൊക്കെ നജസായതായിരിക്കും, അല്ലേ? ചെറുപ്പക്കാരുടെ പാന്റ് എന്നെല്ലാം പറഞ്ഞാൽ മൂത്രം നിന്നൊഴിക്കും, ചിലപ്പോൾ മൂത്രം ഒറ്റും, ഇങ്ങനെയൊക്കെ ആയിട്ട് പല കാരണങ്ങൾ കൊണ്ടും നജസാവും. സുഹൃത്തുക്കൾ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? സൗണ്ട് പോകുന്നോ? സൗണ്ട് ഉണ്ട് ഇപ്പോ. ദർ ഈസ് നോ ഡിസ്ക് ഇൻ ദ ഡ്രൈവ്, പ്ലീസ് ഇൻസേർട്ട് ദ ഡിസ്ക് ഇൻ ടു ഡ്രൈവ് ഡിവൈസ്, ഹാർഡ് ഡിസ്ക് DRI എന്നൊക്കെ കാണിക്കുന്നു. എന്തായിരിക്കും എനിക്കൊന്നും തിരിയുന്നില്ല. എന്നാ ഓക്കെ ആണല്ലേ? എന്നാ കുഴപ്പമില്ല. ഒന്ന് ഇതിന്റെ അർത്ഥാരെങ്കിലും പറഞ്ഞൊക്കെ ഉള്ളൂ. എന്തോ വാണിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ദർ ഈസ് നോ ഡിസ്ക് ഇൻ ദ ഡ്രൈവ്, ഡ്രൈവിൽ ഡിസ്ക്.
ഇത് സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നിനക്ക് ഈ പരിപാടി നിർത്തിക്കൂടെ. ആരാണത്? മുഹമ്മദ് 756. നല്ല ബിസ്മിയൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് ചോദിച്ചത്. നല്ല സുഹൃത്തുക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും കഴിവുള്ള ആളുകളും ശ്രദ്ധിക്കാം. ദർ ഈസ് നോ ഡിസ്ക് ഇൻ ദ ഡ്രൈവ്. പ്ലീസ് ഇൻസേർട്ട് എ ഡിസ്ക് ഇൻ ടു ഡ്രൈവ് ഡിവൈസ് ഹാർഡ് ഡിസ്ക് DRI. ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നാൻ തിരിയുന്നില്ല. ഇങ്ങനെയാ തോന്നൂലേ? ഡ്രൈവിൽ ഡിസ്ക് ഇല്ല, അതുകൊണ്ട് ഡിസ്ക് ഇടണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്താ പറയുന്ന അറിയില്ല. അതിപ്പോ ക്യാൻസൽ ആകുന്നില്ല. ക്യാൻസൽ ആകുമ്പോഴാണ് ഒച്ച. ക്യാൻസൽ മറ്റോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒച്ച നിങ്ങൾ കേൾക്കുന്നത്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് അല്ല, മുഹമ്മദ് അല്ല, മുഹമ്മദിന്റെ വിഷയമല്ല. CD ഡ്രൈവ് കൈ തട്ടിയതാകും. അതെവിടെയാ? സുബ്ഹാനല്ലാഹ്. അബൂ ഹസന ഒന്ന് പറഞ്ഞാലും അത് കുഴപ്പമില്ല, പക്ഷെ അത് പോണില്ല. അതവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ടുള്ളത്. എന്നെന്താ പരിഹാരം? കുഴപ്പമില്ല, ശരിയാണ് സുഹൃത്തുക്കളെ. അതൊന്ന് പരിഹാരം പെട്ടെന്നാക്കി നമുക്ക് അറിയുന്നവരാരും കണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇത് ക്യാൻസൽ ആവുന്നില്ല, താഴോട്ട് ഇടാനും പറ്റുന്നില്ല. അത് കുഴപ്പമില്ല ഉസ്താദ്. ഓക്കെ, സൈലാബിദിന്റെ ഉപദേശം കേട്ട് ഞാൻ എന്റെ പരിപാടി തുടങ്ങാം. തുടരാം ഇൻഷാ അല്ലാഹ്. കുഴപ്പമില്ല. ശബ്ദമല്ലോ ഓക്കെ അല്ലേ? ശബ്ദമൊക്കെ ഓക്കെ അല്ലേ സുഹൃത്തുക്കളെ? അതെ, ഓക്കെ. അപ്പൊ വയുസ്തറത്തു ഫീ തുഹ്രിൽ മഹല്ലി, സ്ഥലം ശുദ്ധിയാകുന്നതിൽ ഷർത്താക്കപ്പെടും. വുറൂദുൽ മാഇൽ ഖലീലി, കുറഞ്ഞ വെള്ളം ഒഴിക്കണം. അലൽ മഹല്ലിൽ മുത്തനജ്ജിസി, നജസായ സ്ഥലത്തിന്മേൽ ഒഴിക്കണം. അതേസമയം ഫൈൻ വറദ മുത്തനജ്ജിസുൻ അലാ മാഇൻ ഖലീലിൻ, കുറഞ്ഞ വെള്ളത്തിന്മേൽ നജസായ വസ്തു അങ്ങോട്ടിടുകയാണെങ്കിൽ ലാ കസീരിൻ, അധികരിച്ച വെള്ളത്തിലാവും ഈ നിയമം പ്രശ്നമല്ല. തനജ്ജസ, ആ വെള്ളം ശുദ്ധിയ നജസാകും. വ ഇല്ലം യതഗയ്യർ, പകർച്ചയായിട്ടില്ലെങ്കിലും ശരി. കുറഞ്ഞ പറഞ്ഞല്ലോ, നജസായ ഒരു ടവലായിക്കോട്ടെ, ആ ടവൽ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ അങ്ങോട്ടിട്ടു, എന്നാൽ എന്ത് ചെയ്തു? ആ ബക്കറ്റിലെ വെള്ളവും കൂടി നജസായി. പിന്നെ ഫലാ യുതഫിറു ഗൈറഹു, വേറൊന്നിനെ ശുദ്ധിയാക്കാൻ ആ വെള്ളത്തിനെ പറ്റൂല, ആ വെള്ളവും മുത്തനജ്ജിസായി. അപ്പൊ പകർച്ചയാവണം, ഒന്നും വേണ്ട. നജസായ ഒരു ടവൽ നമ്മളൊരു ബക്കറ്റ് വെള്ളത്തിലേക്ക്, രണ്ടുകൂലത്തില്ലാത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഇടേണ്ട താമസം കൊണ്ട് നമ്മുടെ ആ വെള്ളം കൂടി അങ്ങനെ ചെയ്തു നമുക്ക് നശിച്ചു കിട്ടി. ഈ ടവൽ ശുദ്ധിയായതും ഇല്ല. അതുകൊണ്ട് അറിയാത്ത ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി വഫാറക്കൽ വാരിദു ഗൈറഹു, അപ്പോൾ ചോദ്യമാണ്, ഈ കുറഞ്ഞ വെള്ളം അങ്ങോട്ടിട്ടാലും കുറഞ്ഞ വെള്ളത്തിലേക്ക് അങ്ങോട്ടിട്ടാലും ഇങ്ങോട്ടിട്ടാലും രണ്ടും ഒരുപോലെ തന്നെയല്ലേ? അതിനെന്താ വ്യത്യാസം? വഫാറക്കൽ വാരിദു ഗൈറഹു, അങ്ങോട്ടിടുന്നത്, വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുന്നത് വ്യത്യാസമുള്ളതായി ഗൈറഹു, അതല്ലാത്തതിനോട് അല്ലെ? വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴിക്കുമ്പോൾ ഒരു നിയമവും അങ്ങോട്ടേക്ക് ഒഴിക്കുമ്പോൾ സത്യത്തിൽ അങ്ങോട്ടേക്ക് ഇട്ടാൽ ഒന്നും കൂടി കൂടുതൽ വെള്ളം കിട്ടുക അല്ലെ? ഒരു ബക്കറ്റിൽ അങ്ങോട്ടേക്ക് നമ്മൾ ടവലിട്ടാലാണ് ടവലിന് കൂടുതൽ വെള്ളം കിട്ടുക. അതേസമയത്ത് നമ്മൾ ബക്കറ്റിൽ നിന്ന് കുറഞ്ഞ വെള്ളമായിരിക്കും ടവലിലേക്ക് നമ്മൾ എന്ത് ചൊരിക്കുക. അപ്പം പിന്നെ ഒന്നുകൂടി നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ക്ലിയർ ആവേണ്ടത് ഏതാ? ബക്കറ്റിലേക്ക് ഇട്ടാലാണ് ശുദ്ധിയാവേണ്ടതെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വഫാറക്കൽ വാരിദു, വെള്ളം അങ്ങോട്ടേക്ക് ഒഴിക്കുക എന്നത് വ്യത്യാസമായി വൈറഹു, അതല്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ട്? കുവ്വത്തിഹി, ആ വെള്ളത്തിന്റെ ശക്തി കൊണ്ട്. കാരണം ലികൗനിഹി ആമിരൻ, വെള്ളം പണിയെടുക്കുന്ന ആളാണ് അല്ലെ? വെള്ളം അങ്ങോട്ടേക്ക് ഒഴിക്കുമ്പോൾ പണിയെടുക്കുന്നയാൾ വെള്ളം, രണ്ടാമത്തെ മുത്തനജ്ജിസ് ഇങ്ങോട്ട് വന്ന് പണിയെടുപ്പിക്കുക. അതാ വ്യത്യാസം. വഫാറക്കൽ വാരിദു, മനസ്സിലാക്കണേ. വിഷയം തിരിഞ്ഞില്ലെങ്കിൽ ചോദിക്കുമാണ്. വഫാറക്കൽ വാരിദു, ഒഴിക്കുന്ന വെള്ളം വ്യത്യാസമുള്ളതായി വൈറഹു, അല്ലാത്തതിനോട്. ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് ടവലിടുമ്പോഴേക്ക് വെള്ളം നജസായി. അതേസമയത്ത് ബക്കറ്റിലെ കുറഞ്ഞ വെള്ളം ടവലുമായി കണ്ടുമുട്ടി കഴുകി വെള്ളം നജസായില്ല. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ബിഖുവ്വത്തിഹി, ഒഴിക്കുന്ന വെള്ളത്തിന് ശക്തിയുള്ളതുകൊണ്ട്. എങ്ങനെയാണ് ശക്തി ഉണ്ടെന്ന് പറയുന്നത്? ലികൗനിഹി ആമിലൻ, അപ്പോൾ വെള്ളം തൊഴിൽ എടുക്കുന്നയാളാണ് എന്ന കാരണം കൊണ്ട്. ഇനി ഫലൗ തനജ്ജസ ഫമുഹു, അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്. ഒരാളുടെ വായ നജസായി. ഫലൗ തനജ്ജസ ഫമുഹു, ഒരാളുടെ വായ നജസായി. വായ എങ്ങനെ നജസായ സുഹൃത്തുക്കളെ? വായ നജസാകുന്ന മോഡലായിരിക്കും അറിയോ? വായ എങ്ങനെ നജസാകും എന്ന് പറയാം. വായ നജസാൽ എങ്ങനെയാ? വായ നജസാവാൻ വല്ല കാരണം നമുക്ക് പൊതുവെ പ്രത്യക്ഷത്തിലുണ്ടോ? വായിൽ രക്തം വരിക, അതൊരു കാരണമാണ് അല്ലെ? ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? വായ ഞാൻ മുമ്പ് ക്ലാസ് തന്നെ നമ്മൾ ചോദിച്ചിരുന്നു അല്ലെ? കൈവിരലൊക്കെ പൊട്ടിയ കൈവിരൽ നജസ്, വെള്ളം രക്തം കുടിക്കണം എന്നൊക്കെ ചില ആളുകളൊക്കെ പറയാറുണ്ട്. രക്തം കളയാൻ പറ്റുക എന്നൊക്കെ. ഒന്ന് ശരിയാണ്, രക്തം വരിക അല്ലെ? നജസ് അങ്ങനെ ആരും കുടിക്കലുണ്ടോ? ബഹുമാനപ്പെട്ട അബ്ദുറബി KP എന്തോ കൊടുത്തിട്ടുണ്ട്. നജസ് തിന്നുക. മുഹമ്മദ് പുളിക്കൂത്ത് കഫം വിഴുങ്ങുക.
ഛർദി, ഛർദി ഏകദേശം ഒക്കെയാണ്. കഫൻ നജസാകുന്ന കഫുണ്ട് അല്ലാത്തതുണ്ട്. കള്ളു കുടിക്കുക അത് ശരിയാണ്. നമ്മളെ പോലത്താക്കൊന്നും അത് വരില്ലല്ലോ. കള്ളു കുടിക്കൽ നമ്മളെ പോലെ നല്ല മനുഷ്യന്മാർക്ക് വരൂല. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. ഉറക്കം, ഉറങ്ങിയാൽ എന്താ വായ നജസാവോ? സുബ്ഹാനല്ലാഹ്. ജാഫർ മണിൽ സാഹിബ് ഉറങ്ങുമ്പോഴേ നിങ്ങൾ വായ നജസായിക്കല? ഉറക്കത്തിൽ എന്തെങ്കിലും വല്ലാണ്ട് കേലകളും ചേലകളൊക്കെ വന്നാലല്ലേ നജസാവുള്ളൂ? ഞാൻ എന്നാ പറയാം, പൊതുവെ പലരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമായിരിക്കും ചിലപ്പോ. ചിലർ അത് കേലൊരിക്കാ ജാഫർ മണിൽ പറഞ്ഞ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഒന്നും അത് ഉണ്ടാവില്ലല്ലോ. കേല തന്നെ എല്ലാ കേലയും നജസ്സാവില്ല. തുടരെയുള്ള കേലകൾ മാത്രമേ അത് ഒലിച്ചു പോകാത്ത രൂപത്തിൽ ഉള്ളിൽ നിന്ന് വരുന്ന മൈദത്തിൽ നിന്ന് വരുന്ന കേല മാത്രമേ നജസ്സാവുള്ളൂ എന്നല്ലേ അല്ലെ? ആമാശയത്തിൽ നിന്ന് വരുന്ന കേല മാത്രമേ നജസ്സാവുള്ളൂ. ആമാശയത്തിൽ നിന്ന് വരുന്നതിന്റെ അടയാളം അത് തുടരെയായിട്ട് വരും. നമ്മളിങ്ങനെ വായ കൊണ്ടൊരു ഭാഗത്ത് തള്ളി നോക്കിയാലും പിന്നെയും അത് നമുക്ക് കിട്ടുമെന്ന രൂപത്തിലായിരിക്കും. ഏതായാലും ഞാൻ ഒന്ന് സന്ദർഭമായി പറയാം. നമ്മുടെ ചില ആളുകൾക്ക് നമ്മളൊന്നും തീരെ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. ഇപ്പോ കോഴിനറക്കും. കോഴിനറക്കാന്ന് പറഞ്ഞ ചില കോഴിക്കടയിൽ പോയാൽ ഞാൻ എന്നെപ്പോലത്തെ സാധുക്കും തലയിൽ കിട്ടുന്ന തൊപ്പിയിലിട്ട ആൾക്കാരാ പോണെങ്കിൽ അറവൊന്ന് വേറെ, മറ്റുള്ളവനാകുമ്പോൾ അറവൊന്ന് വേറെ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അറവിന്റെ നിബന്ധന നോക്കൂല എന്നർത്ഥം. പിന്നെ ചില കടകളിലൊക്കെ ഹൈന്ദവരായ സുഹൃത്തുക്കളൊക്കെയാണ് നിൽക്കുന്നത്. മതമേത്തൊരു സഹോദരി ഞാൻ എതിർക്കണില്ല, അവർക്ക് കച്ചവടം കൊടുക്കും. പക്ഷെ നമ്മുടെ ഹൈന്ദവരായ സുഹൃത്തുക്കൾ അറുത്താൽ നമ്മുടെ കോഴി അത് നജസ്സാണ് അല്ലെ, നമുക്ക് തിന്നാൻ പറ്റില്ല. അപ്പൊ ആ കോഴിനെ നമ്മൾ തിന്നാൽ തന്നെ തെറ്റാകും, തിന്നാൽ നമ്മുടെ വായി കഴുകേണ്ടതുമാണ്. അതുപോലെ തന്നെ അറവിന്റെ നിബന്ധനകൾ നോക്കാതെ പലപ്പോഴും മറക്കുന്ന ചില വകുപ്പുകളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ, അതുപോലെ നമ്മുടെ കേരളത്തിലും മറ്റൊക്കെ തന്നെ ചില ഭാഗങ്ങളിൽ അത്തരം മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഹോട്ടലുകൾ പോലും പലപ്പോഴും അത്തരം ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മളാണെങ്കിൽ ഏത് ഹോട്ടലിൽ കയറിയാലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വേണ്ടത് കോഴിയുടെ ഏതെങ്കിലും ഒരു അംശം അല്ലെ, കോഴി കബാബോ ഷവർമയോ 65 എന്തൊക്കെയാണോ പേര്, അതാണ് നമുക്ക് ആദ്യം വേണ്ടതും. പറയുന്ന ഞാനടക്കമുള്ള ആളുകളുടെ അവസ്ഥയാണ്. കാരണം അത് പിന്നെ നമ്മൾ മറ്റേ മുടിന്റെ വിഷയത്തിൽ പേരോട് പറഞ്ഞ പോലെ ഹോട്ടലിൽ കയറിയാൽ പിന്നെ നമ്മൾ കോഴി ആരാർത്ഥം ഒരിക്കലല്ലോ എന്ന് പോലെ ഞങ്ങൾ മുടിയെടുക്കലെന്ന് പറഞ്ഞ പോലത്തെ വർത്താനാവും. സംഗതി എന്ത് പറഞ്ഞാലും ഇത് ഏകദേശം ധാരണയും ഒരു മികച്ച ധാരണയെങ്കിൽ നമുക്ക് കിട്ടാതെ നമ്മളങ്ങനെ ചെയ്യുന്നത് എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് അത്തരം ഏരിയകളാണെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുമുണ്ട്. അപ്പോഴും കേൾക്കേണ്ടി വരും അല്ലെ. ഫലവു തനജ്ജസ ഫമുഹു, വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഫലവു തനജ്ജസ ഫമുഹു, ഒരാളുടെ വായ നജസായാൽ എന്ന് പറഞ്ഞാൽ വായ നജസായാൽ വായിലേക്കും വെള്ളമൊഴിക്കാൻ വേണ്ട വെള്ളത്തെ വായിലേക്ക് ഇടുക വേണ്ട, എന്ത് ചെയ്യണ്ട്? ഉറപ്പന്നല്ലേ. ഫലവു തനജ്ജസ ഫമുഹു, ഒരാളുടെ വായ നജസായാൽ കഫ അഖദുൽ മാഇ ബിയദിഹി ഇലൈഹി, വെള്ളം തന്റെ കൈകൊണ്ട് എടുക്കൽ മതിയാകുന്നതാണ്. ഇലൈഹി, വായിലേക്ക് അല്ലെ. വെള്ളം നജസാലെന്ന് വെച്ചെങ്കിലും വായ അങ്ങോട്ട് കിടല്ല വേണ്ടത്, എന്താക്കണോ? കൈകൊണ്ട് വെള്ളം വായിലേക്ക് എടുക്കണോ അല്ലെ. അപ്പൊ മുത്തനജിസ്മേൽ വയ്ക്കുന്നത് വായ നേരെ നമ്മളൊരു എതിലിടാണ്, ഒരു ബക്കറ്റിലിട്ടാൽ ബക്കറ്റ് വെള്ളം നജസാവൂലേ അല്ലെ. അപ്പൊ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. അങ്ങനെയല്ലേ വരിക. ഫലവു തനജ്ജസ ഫമുഹു, ഒരാളുടെ വായ നജസായാൽ കഫ അഖദുൽ മാഇ, വെള്ളം എടുക്കൽ മതിയാകുന്നതാണ്. ബിയദിഹി, തന്റെ കൈകൊണ്ട് ഇലൈഹി, വായിലേക്ക്. വ ഇല്ലം യഅലുഹാ അലൈഹി, ആ വെള്ളം വായക്ക് മേലെയായിട്ടില്ലെങ്കിലും ശരി. വ ഇല്ലം യഅലുഹാ, ആ വെള്ളം വായയെ മേലെയാക്കിയിട്ടില്ലെങ്കിലും ശരി, അല്ല കയ്യെ മേലെയാക്കിയിട്ടില്ലെങ്കിലും ശരി. അലൈഹി, ആ വായേക്കാൾ. അങ്ങനെയൊന്നും പാടില്ല. വായന്റെ മേലെ ഇരിക്കണമെന്നതിൽ എങ്ങനെ വെച്ചാൽ മതി. മനസ്സിലായില്ല. വ ഇല്ലം യഅലുഹ, കയ്യിന് യുഅലിഹ വായിക്കാനും കുഴപ്പമില്ല. വൈല്ലം യുഅലിഹ, ആ കയ്യെ അവൻ മേലെയാക്കിയിട്ടില്ലെങ്കിലും ശരി. അലൈഹി, ഇതിനേക്കാൾ വായേക്കാൾ. വായന്റെ മോള് നോക്കൊന്നും വേണം. അത് അങ്ങോട്ട് ഒഴിക്കാന്ന് പറയുന്ന സ്വഭാവം ചിന്തിക്കേണ്ട, മേലെ തന്നെ ഒഴിക്കണം അങ്ങനെയൊന്നുമില്ല. നേരം കഴിച്ചാലും മതി. മനസ്സിലായില്ല. വൈല്ലം യുഅലിഹ, അവൻ കയ്യെ ഉയർത്തിയിട്ടില്ലെങ്കിലും ശരി. അലൈഹി, വായേക്കാൾ. ചില വൈല്ലം യുഅലിഹ തന്നെയാണ് വായിക്കേണ്ടത്. വൈല്ലം യഅലുഹ എന്ന് ചില കിതാബിലുണ്ട്, അത് ശരിയല്ല എന്നാ മനസ്സിലാകണം. വൈല്ലം യുഅലിഹ, അവൻ ആ കയ്യെ ഉയർത്തി മേലെയാക്കിയിട്ടില്ലെങ്കിലും ശരി. അലൈഹി, വായേക്കാൾ അല്ലെ. അതായത് അങ്ങോട്ട് ഒഴിക്കാന്ന് പറയുമ്പോൾ ചിന്തിച്ചു പോണ്ട, വെള്ളം വേണം മേലിൽ നിന്ന് ഒഴിക്കണോ അങ്ങനെയൊന്നും വേണ്ട. കമാകാല ശൈഖുന, നമ്മുടെ ശൈഖുന പറഞ്ഞതുപോലെ. എന്നിട്ട് വായ നജസായതാണെങ്കിൽ വയജിബു, നിർബന്ധമാകും. വസ്ലു കുല്ലു മാഫി ഹദ്ദിൽ ലാഹിരി മിൻഹു, വായയിൽ നിന്ന് പ്രകടഭാഗത്തുള്ളതൊക്കെ കഴുകൽ നിർബന്ധമാണ്. വയജിബു വസ്ലു കുല്ലി മാഫി ഹദ്ദിൽ ലാഹിരി മിൻഹു, വായയിൽ നിന്ന് പ്രത്യക്ഷത്തിന്റെ പരിധിയിലുള്ള എല്ലാ ഭാഗവും കഴുകൽ നിർബന്ധമാണ്. വലോബിൽ ഇദാറത്തി, അത് ചുയറ്റൽ കൊണ്ടാണെങ്കിലും ശരി. വെള്ളം എല്ലായിടത്തേക്കും എത്തിക്കുക അല്ലെ. വലോബിൽ ഇദാറത്തി, ചുയറ്റൽ കൊണ്ടാണെങ്കിലും ശരി. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ചുയറ്റാറുണ്ടല്ലോ, അതുപോലെ ചുയറ്റൽ കൊണ്ടാണെങ്കിലും ശരി. കസ്വബ്ബിമായി, അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നത് പോലെ തന്നെ. ഫി ഇനാഇ മുതനജിസിൻ,
നജസായ പാത്രത്തിലും അങ്ങനെയാണല്ലോ, വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണല്ലോ. എന്നിട്ട് ഇദാറത്തിഹി ബി ജവാനിബിഹി, അതിന്റെ എല്ലാ ഭാഗങ്ങൾ കൊണ്ടും അത് ചുഴറ്റുന്നത് പോലെയും. കസബ്ബി മാഇൻ ഫീ ഇനാഇൻ മുതനജ്ജിസിൻ, മുതനജ്ജിസായ പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ, ഇദാറത്തിഹി എന്നിട്ട് പാത്രം ചുഴറ്റുന്നത് പോലെ, ബി ജവാനിബിഹി അതിന്റെ ഭാഗങ്ങളോടുകൂടി. അതുപോലെ തന്നെയാണ് വായയെയും ശുദ്ധീകരിക്കേണ്ടത്. എന്നാൽ വലാ യജൂസു ലഹു ഇബ്തിലാഉ ഷൈഇൻ, ഒന്നും വിഴുങ്ങൽ അവന് ജായിസല്ല. ഖബല തത്ഹീരി ഫമിഹി, അവന്റെ വായ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ്. വായ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു വസ്തുവും വിഴുങ്ങാൻ പറ്റില്ല. കാരണം വായ നജസാണല്ലോ, വായയിലൂടെയാണല്ലോ കടന്നു പോകേണ്ടത്. വലാ യജൂസു ലഹു, അവന് ജായിസല്ല. ഇബ്തിലാഉ ഷൈഇൻ ഖബല തത്ഹീരി ഫമിഹി, വായ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു വസ്തുവും വിഴുങ്ങൽ അനുവദനീയമല്ല. ഹത്താബിൽ ഗർഗറത്തി, ഏതുപോലെ കൊണ്ടും ഗർഗറത്ത് കൊണ്ടുപോലും എന്ന് പറഞ്ഞാൽ നേരെ തൊണ്ടയിലേക്ക് ഇട്ട് തൊണ്ടക്കുയിലിട്ട് രണ്ടും വിഴുങ്ങാൻ പറ്റൂല. നേരെ തൊണ്ടക്കുയിലേക്ക് ഇട്ട ഒരാൾ വായക്ക് തൊട്ടിക്കാണ്ട് നേരെ എന്ത് ചെയ്തു, നമ്മൾ ചില സ്പയകാലത്തൊക്കെ കുടി പിടിക്കുമ്പോൾ ചിലപ്പം വേഗം ഇറങ്ങാൻ വേണ്ടി തൊണ്ടന്റെ സമീപത്തുകൊണ്ടേക്കും, എന്ന് വായക്ക് സ്പർശിക്കാത്ത രൂപത്തിൽ. അങ്ങനെയും പറ്റൂല. വലാ യജൂസു ലഹു ഇബ്തിലാഉ ഷൈഇൻ, ഒരു വസ്തുവും നജസായ വായുള്ളവൻ ഒരു വസ്തുവും വിഴുങ്ങൽ ജായിസല്ല. ഖബല തത്ഹീരി ഫമിഹി, വായ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ്. ഹത്താബിൽ ഗർഗറത്തി, നേരെ തൊണ്ടക്കുഴിയിൽ വെക്കൽ കൊണ്ടാണെങ്കിലും ശരി, ഗാനക്ക് നേരെ തൊണ്ടക്കുഴിന്റെ ശബ്ദത്തിൽ കൂടിയാണെങ്കിലും ശരി, ശുദ്ധിയാവില്ല. ഫർഖുൻ, നജസിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ പറയേണ്ട ചില ഭാഗങ്ങൾ ഒന്നുകൂടി മുസന്നിഫ് റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നു. ലൗ അസാബൽ അർള നഹ്വു ബൗലിൻ, ഒരു ഭൂമിയിൽ മൂത്രം പോലോത്തതെത്തി, വജഫ, അത് ഉണങ്ങുകയും ചെയ്തു. ഒരു സാധാ ഭൂമി, ഒരു ഭൂമി, ആ ഭൂമിയിൽ എന്ത് ചെയ്തു, മൂത്രമായി, മൂത്രം ഉണങ്ങി. എന്നിട്ട് ഫസുബ്ബ അലാ മൗദിഇഹി മാഉൻ, ആ ഭൂമിയുടെ മൂത്രമായ സ്ഥലത്തിന്മേൽ ചൊരിയപ്പെട്ടു മാഉൻ, വെള്ളം. ഫഗമറഹു, ആ വെള്ളം എന്ത് ചെയ്തു, ആ നജസായ സ്ഥലത്തെ മൂടുകയും ചെയ്തു. എന്നാൽ തഹുറ, ആ സ്ഥലം ശുദ്ധിയായി. പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല. ഒരു സ്ഥലത്ത് ഭൂമിയിൽ, സാധാ ഭൂമി, നമ്മുടെ പേരിന്റെ ചില മുറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ചിലപ്പോ മുറ്റം പോലെയുള്ള നമ്മുടെ കോൺക്രീറ്റ് മാത്രം ഇട്ട ചില വീടുകളൊക്കെ ഉണ്ടാവും അല്ലെ, പണി ഫിനിഷാവാതെ കൂടിയ ചില വീടുകളൊക്കെ ആകുമ്പോൾ കോൺക്രീറ്റ് മാത്രം ഇട്ട ഒരു ശരിക്കും ഒരു ഭൂമിന്റെ ഏകദേശം ചൊയുണ്ടാവും, കൃത്യമായി സിമെന്റ് ചെയ്യാത്ത ഭൂമിന്റെ ചൊയുള്ള അത്തരം സ്ഥലത്ത് മൂത്രം പോലെ തെത്തിയാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, ആ സ്ഥലത്ത് വെള്ളം അല്പം അതിനേക്കാൾ കൂടുന്ന രൂപത്തിൽ മൂടി ഒഴിച്ചിട്ടാൽ മതി. ലൗ അസാബൽ അർള നഹ്വു ബൗലിൻ, മൂത്രം പോലോത്തത് ഭൂമിയിലെത്തിയാൽ, വജഫ, എന്നിട്ട് മൂത്രം ഉണങ്ങുകയും ചെയ്തു. എന്നാൽ ഫസുബ്ബ അലാ മൗദിഇഹി, എന്നിട്ട് അതിന്റെ നജസായ മൂത്രമായ സ്ഥലത്തിന്മേൽ ചൊരിയപ്പെട്ടു, മാഉൻ, വെള്ളം ചൊരിയപ്പെടുകയും ചെയ്തു. വഗമറഹു, വെള്ളം ആ നജസായ സ്ഥലത്തെ മൂടിക്കളയുകയും ചെയ്താൽ തഹുറ, സ്ഥലം ശുദ്ധിയായി. വലൗലം യൻളുബ് ഐ യഗൂറു, വറ്റിയിട്ടില്ലെങ്കിലും ശരി. വലൗലം യൻളുബ്, അത് ഉണങ്ങിക്കൊള്ളണമെന്നില്ല, ആ സ്ഥലത്ത് മൂടുന്ന രൂപത്തിൽ ഉണ്ടായാൽ തന്നെ ശുദ്ധിയായി. ഐ യഗൂറു, വറ്റിയിട്ടില്ലെങ്കിലും ശരി. സവാഉൻ കാനത്തിൽ അർളു സൽബത്തൻ അം റിഖ്വത്തൻ, ഭൂമി ഉറച്ചതാവട്ടെ അല്ലെങ്കിൽ പദമുള്ളതാവട്ടെ, ഏത് ഭൂമിയാലും സമം തന്നെയാണ്. പാറയിലാണെങ്കിലും ശരി, അല്ല സാധാ ഭൂമിയിലാണെങ്കിലും ശരി, ഏതായാലും നിയമം ഒരുപോലെ തന്നെ. ഇനി ഇദാ കാനത്തിൽ അർളു ലം തതശറബ് മാ തനജ്ജസതു ബിഹി, ഭൂമി എന്താണ്, നജസായ വസ്തുവിനെ കുടിക്കാത്ത ഭൂമിയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമെന്റും ടൈൽസും ഒക്കെ ഇട്ട സ്ഥലം എന്തെയില്ല, വെള്ളത്തും കുടിക്കൂല. ഇദാ കാനത്തിൽ അർളു, ഭൂമിയാണെങ്കിൽ ലം തശറബ് അല്ലെങ്കിൽ ലം തതശറബ്, അത് കുടിക്കൂല, മാ ഒന്നിനെ, അങ്ങനത്തൊന്നാണ് തനജ്ജസതു ബിഹി, ആ ഒന്ന് മുഖേനയാണ് ഭൂമി നജസായത്. അങ്ങനെയുള്ള ഭൂമിയാണെങ്കിൽ ഫലാ ബുദ്ധ, അത്യാവശ്യമാണ്, മിൻ ഇസാലത്തിൽ ഐനി, തടി നീക്കണം, ഖബല സബ്ബിൽ മാഇൽ ഖലീലി അലൈഹ, അതിന്മേൽ കുറഞ്ഞ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആദ്യം തടി നീക്കണം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ മൂത്രം നമ്മൾ എന്താ ചെയ്യാം, ആദ്യം മൂത്രം തുടച്ചെടുക്കും, അങ്ങനെ തന്നെയല്ലേ ചെയ്യാം ഇല്ലേ? നമ്മുടെ വീട്ടിലോ നമ്മുടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയാൽ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം മൂത്രം പൂർണ്ണമായും തുടച്ചെടുക്കും, എന്നിട്ടേ അതിലേക്ക് വെള്ളം ഒഴിക്കുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ മൂത്രത്തിന് വെള്ളം മൂത്രവും ആവും, വെള്ളവും നശായി മൂത്രവും നശായി. മൂത്രത്തിന്റെ കൂടെ വെള്ളം കൂടി നശായി എന്നല്ലാതെ വേറെ മെച്ചൊന്നും കിട്ടൂലല്ലോ. അപ്പൊ ആദ്യം ചില ആളുകൾക്കൊന്നും അറിയില്ല അത്, അതുകൊണ്ട് സന്ദർഭം ഞാൻ കൃത്യമായി ഓർമ്മപ്പെടുത്താം. നമ്മുടെ വീട്ടിന്റെ ഉൾഭാഗങ്ങളൊക്കെ, അതായത് പ്രത്യേകിച്ച് സിമെന്റും അതുപോലെ ടൈൽസും ഒക്കെ ഇട്ട മാർബിളൊക്കെ ഇട്ട ഭാഗത്ത് നജസായാൽ ആദ്യം നജസായ ആ വസ്തു നമ്മൾ പൂർണ്ണമായി എന്ത് ചെയ്യണം, നീക്കണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അതിൽ വെള്ളമൊഴിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇദാ കാനത്തിൽ അർളു, ഭൂമിയായാൽ ലം തതശറബ്, അത് കുടിച്ചിട്ടില്ല, മാ തനജ്ജസതു ബിഹി, നജസായ ഒന്നിനെ കുടിച്ച്, ഏതുകൊണ്ടാണോ ഭൂമി നജസായത് അതിനെ കുടിച്ചിട്ടില്ലെങ്കിൽ ഫലാബുദ്ധ, അത്യാവശ്യമാണ്,
ലാബുദ്ധ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റൂല എന്നാണ്. അതാണ് അത്യാവശ്യം നമ്മൾ മലയാള അർത്ഥം വെക്കുന്നത്. ഫലാബുദ്ധ അത്യാവശ്യമാണ് മിൻ ഇസാലത്തിൽ ഐനി വസ്തടിയെ നീക്കണം, ആ വസ്തുവിനെ നീക്കണം. ഖബല സബ്ബിൽ മാഇൽ ഖലീൽ കുറഞ്ഞ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അലൈഹ ആ മൂത്രത്തിന്മേൽ അല്ലെങ്കിൽ നജസിന്മേൽ. ഏതുപോലെ തന്നെ കമാലൗകാനത്ത് ഫി ഇനായിൻ ഒരു പാത്രത്തിലായാലും അങ്ങനെ തന്നെ അല്ലേ. പാത്രത്തിൽ മൂത്രമായി നമ്മൾ എന്ത് നേരെ പാത്രത്തിൽ കുറെ വെള്ളം ഒഴിക്കാണോ? അല്ല, ആദ്യം പാത്രത്തിലുള്ള മൂത്രം നമ്മൾ കളയും, അതിനുശേഷമേ എന്തുള്ളൂ നമ്മുടെ പാത്രത്തിലേക്ക് മറ്റു വെള്ളങ്ങൾ ഒഴിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അടുത്ത ഭാഗം അബൂ ഹസൻ തന്നെയല്ലേ? അതെ. അപ്പൊ അത് അവിടെ തീർന്നു. ഇനി അടുത്തൊരു ഭാഗമാണ് വലൗകാനത്തിൻ നജാസത്തു ജാമിദത്തൻ. നജസ് ഉറച്ചതാണ്, മൂത്രം പോലത്തെ അല്ല, കാഷ്ടങ്ങൾ പോലുള്ള ഉറച്ച നജസ്. അല്പം ഭാഗം അബൂ ഹസൻ വിട്ടോന്ന് സംശയം. ഓക്കെ, അതെ. വലൗകാനത്തിൻ നജാസത്തു ജാമിദത്തൻ അല്ലെ, നജസ് ജാമിദാണ്, ഉറച്ച നജസാണ്. എന്നിട്ട് ഫത്തഫത്തത് അത് പൊടിപൊടിയാവുകയും വഖ്തലതതു ബിത്തുറാബി അത് മണ്ണുമായി കൂടിച്ചേരുകയും ചെയ്തു. ഇങ്ങനെ നജസായ കാഷ്ടമോ മറ്റു ജീവികളുടെ കാഷ്ടമോ അല്ല മനുഷ്യ കാഷ്ടമോ ഒക്കെ എന്ത് ചെയ്തു ഒരു സ്ഥലത്തായി, അത് ഉറച്ചതാണ്. ഫത്തഫത്തത് അത് പൊടിപൊടിയായി വഖ്തലതതു ബിത്തുറാബി മണ്ണുമായി കൂടിച്ചേർന്നു. എന്നാൽ ലം യത്തുഹുർ ആ ഭൂമി എന്താവൂല, ശുദ്ധിയാവില്ല. ഏതുപോലെ തന്നെ ആ മണ്ണ് ശുദ്ധിയാകൂല അല്ലെ. ഉദാഹരണത്തിന് ഒരു സാധാ ഭൂമിയാണ്, സാധാ മണ്ണ്, ആ അടുത്ത മണ്ണുമായിട്ടൊക്കെ കാഷ്ടമൊക്കെ കൂടി പരങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ മണ്ണ് എന്തെയില്ല, ശുദ്ധിയാവില്ല. ഏതുപോലെ തന്നെ കൽ മുഖ്തലിത്ത് ബി നഹവി സ്വദീദിൻ ചീഞ്ചലം പോലത്തത് കൊണ്ട് കൂടിച്ചേർന്ന വസ്തുവിനെ പോലെ തന്നെ. ചീഞ്ചലവും അതുപോലെ മറ്റൊക്കെ കൂടിച്ചേർന്നു, ചീഞ്ചലവും ഭൂമിയൊക്കെ കൂടിച്ചേർന്നു, ശുദ്ധിയാക്കാൻ മാർഗമില്ല. അപ്പോൾ എങ്ങനെ ശുദ്ധിയാവില്ല? ബി ഇഫാദത്തിൽ മാഹി അലൈഹി അതിന്മേൽ വെള്ളം ഒഴിക്കൽ കൊണ്ട് ശുദ്ധിയാകൂല. അപ്പൊ ഒരു ഭൂമിയിൽ കാഷ്ടവും അതുപോലെ ഭൂമിയുടെ മണ്ണൊക്കെ കൂടി ചേർന്നാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അതിന്റെ മേൽ മൊത്തം വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, ശുദ്ധിയാകൂല. ഒന്നും കൂടി ശ്രദ്ധിക്ക്. വലൗകാനത്തിൻ നജാസത്തു ജാമിദത്തൻ നജസ് ഉറച്ചതാണെങ്കിൽ ഫത്തഫത്തത്ത് അത് ഉടഞ്ഞു ചേർന്നു, അതെന്ത് പൊടിപൊടിയായി നടത്താം. വഖ്തലതതു ബിൽ തുറാബി എന്നിട്ട് മണ്ണിനോട് ചേരുകയും ചെയ്തു. ഇപ്പൊ മണ്ണ് ഏത് കാട്ടയിലും തിരിയാത്ത രൂപത്തിൽ മണ്ണും കാട്ടും കൂടി കൂടിച്ചേർന്നു. മണ്ണ് വേറെ കാട്ടം വേറെ നമുക്ക് എടുത്തു നോക്കാൻ കഴിയില്ല. അങ്ങനെ വന്നു. എന്നാൽ ലം യത്തുഹുർ ആ മണ്ണ് ശുദ്ധിയാവില്ല. ഏതുപോലെ തന്നെ കൽ മുഖ്തലിത്തി ബി നഹവി സ്വദീദിൻ ചീഞ്ചലം പോലത്തത് കൊണ്ട് കൂടിച്ചേർന്നത് പോലെ തന്നെ. ചീഞ്ചലവും മണ്ണൊക്കെ കൂടിച്ചേർന്നു, എന്ത് ചെയ്യാനാ? അപ്പം പിന്നെ അത് ശുദ്ധിയാവില്ല. ബി ഇഫാദത്തിൽ മാഇ അലൈഹി അതിന്മേൽ വെള്ളം ചൊരിയൽ കൊണ്ട്, അതിന്മേൽ വെള്ളമൊഴിക്കൽ കൊണ്ട് ശുദ്ധിയാകൂല. പിന്നെ ശുദ്ധിയാക്കാനുള്ള മാർഗം എന്താണ്? ബൽ പിന്നെയോ ലാ ബുദ്ദ മിൻ ഇസാലത്തി ജമീഇ തുറാബിൽ മുഖ്തലിത്തി ബിഹാ മണ്ണുമായി കൂടിച്ചേർന്ന ഈ നജസുമായി ജാമിദായ നജസുമായി കൂടിച്ചേർന്ന മണ്ണിനെ മുഴുവനും നീക്കം ചെയ്യണം. ബൽ പിന്നെയോ ലാബുദ്ദ അത്യാവശ്യമാണ് മിൻ ഇസാലത്തി ജമീഇ തുറാബിൽ മുഖ്തലിത്തി ബിഹാ നജസുമായി കൂടിച്ചേർന്ന മണ്ണ് മുഴുവനും നീക്കം ചെയ്യൽ അത്യാവശ്യമാണ്. മണ്ണ് തന്നെ അങ്ങ് നീക്കം ചെയ്യാം, അതാണ് മാർഗം. മണ്ണെന്നെ നീക്കം ചെയ്യാം. മണ്ണ് നീക്കം ചെയ്താൽ അടുത്തത് നല്ല സ്ഥലമുണ്ടോ, ശുദ്ധിയായി. മണ്ണ് കുഴിച്ചിടുക അല്ലെ വേറെയും കൊണ്ടിടുക എന്നൊക്കെ ചെയ്യാം അല്ലെ, അതാണ് മാർഗം. അഫ്താബഅദുഹും ഇനി മറ്റൊരു വിഷയമാണ്. അഫ്താബഅദുഹും ചില ഫുഖഹാ ഫത്വ കൊടുത്തിട്ടുണ്ട് ഫീ മുസ്ഹഫിൻ ഒരു മുസ്ഹഫിന്റെ വിഷയത്തിൽ. എങ്ങനെയുള്ള മുസ്ഹഫാണ്? തനജ്ജസ ബിഗൈരി മഅഫുവിൻ അൻഹു വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്ത നജസ് കൊണ്ട് നജസായ മുസ്ഹഫ്. ഒരു മുസ്ഹഫിൽ നമ്മൾ മുസ്ഹഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടി വന്ന് മൂത്രമൊഴിച്ചു. സുബ്ഹാനല്ലാഹ്, എന്താ ചെയ്യാ അല്ലെ? കുട്ടി വന്ന് മൂത്രമൊഴിച്ചു, മൂത്രത്തിന്റെ നാറ്റവും ഒക്കെ ഉണ്ട്, നമ്മൾ കണ്ടതാണല്ലോ. എന്ത് ചെയ്യാനാ? അപ്പൊ നജസായ മുസ്ഹഫിന്റെ വിഷയത്തിൽ ചില ഫുഖഹാ ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നജസായ ബിഗൈരി മഅഫുവിൻ അൻഹു വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്ത നജസ് കൊണ്ട്, ഇങ്ങനെ കുറഞ്ഞ രക്തം ഒന്നും കുഴപ്പമില്ല, അഫു കിട്ടുമല്ലോ. അല്ലാത്ത വസ്തുക്കളെ കൊണ്ട് നജസായ മുസ്ഹഫിൽ ചില പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു ബിവുജൂബി ഗസ്ലിഹി ആ മുസ്ഹഫ് കഴുകിക്കോളണം. കഴുകിയാൽ മുസ്ഹഫിന് ഉണ്ടാവും ഉസ്താദെ വഇൻ അദ്ദാ ഇലാ തൽഫിഹി അത് നശിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നാലും ശരി. അങ്ങനെ കഴുകുമ്പോ കള്ളാസ് പോയിക്കോട്ടെ, കുഴപ്പമില്ല, എന്നാലും എന്താക്കണം? കഴുകണം എന്നാണ്. നജസോടുകൂടി ഖുർആൻ വെക്കണ്ട എന്നാണ്. അഫ്താബഅദുഹും ഫുഖഹായിൽ ചിലർ ഫത്വ നൽകിയിരിക്കുന്നു ഈ മുസ്ഹഫിൻ ഒരു മുസ്ഹഫിന്റെ വിഷയത്തിൽ. എങ്ങനെയുള്ള മുസ്ഹഫാണ്? തനജ്ജസ ബിഗൈരി മഅഫുവിൻ അൻഹു വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്തത് കൊണ്ട് നജസായ മുസ്ഹഫ്.
ആ മുസ്ഹഫിന്റെ വിഷയം ബിവുജൂബി ഗസ്ലിഹി, ആ മുസ്ഹഫ് കഴുകൽ നിർബന്ധമാണ്. കഴുകുമ്പോൾ സ്വാഭാവികമായും അത് നശിച്ചു പോകൂലേ, നശിച്ചോട്ടെ. വഇൻ അദ്ദാ, ആ കഴുകൽ എത്തിച്ചേർക്കുമെങ്കിലും ഇലാ തൽഫിഹി, മുസ്ഹഫ് നശിക്കലിലേക്ക്. വഇൻ കാന ലിയതീമിൻ, ആ മുസ്ഹഫ് യതീമിന്റേതാണെങ്കിലും ശരി, ആ മുസ്ഹഫ് ഒരു യതീമിന്റേതാണ്, അതാ സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്, എന്നാലും ശരി ഇത് നജസായ പിന്നെ കഴുകണം. എന്നാൽ ചിലർ ഫത്വ അങ്ങനെ കൊടുത്തെങ്കിലും കാല ശൈഖുന, ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞിരിക്കുന്നു. ശൈഖുനാനെ മറന്നിട്ടില്ലല്ലോ, ശൈഖുനാനെ മറന്ന ക്ലാസ് ഇടക്കടെ സ്റ്റോപ്പാകുന്നുണ്ട്, ശൈഖുനായൊക്കെ മറക്കും. ഇന്ന് ശൈഖുന ആരാന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ പെട്ടെന്ന്. ശൈഖുന ആരാണെന്നൊന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്ത് സമയം കളയരുത്. ഏകദേശം 10 ആയിട്ടുണ്ട്. ശൈഖുന ആരാണെന്ന് ടെക്സ്റ്റ് ചെയ്യ് സുഹൃത്തുക്കളെ. അൽഹംദുലില്ലാഹ്. ഉസ്താദന്മാരുണ്ടെങ്കിൽ അവരോടല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, പൊതുവെ സാധാരണക്കാരായ സഹോദരങ്ങളോടാണ്. ചിലപ്പോ ക്ലാസ് റൂമിൽ കേട്ട് ഉസ്താദന്മാരെ വരുണ്ടാവും, അവരോടും. ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചിട്ട് തന്നെ ഉസ്താദന്മാരായ ആളുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം അത്രയും വലിയ ഇൽമാണ് അവർ കേൾക്കുന്നത്. ഓരോ ടൈമിലും ഓരോരുത്തരുടെയും പ്രഗത്ഭമായ ഓരോ കോപ്പുകൾ എല്ലാം എളുപ്പത്തിൽ കേൾക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ക്ലാസ് റൂമിൽ തന്നെ ഫുള്ളങ്ങ് ഇരുന്നാലോ, ടൈം ഇട്ടാത്തൊരു കേൾപ്പുള്ളൂ. ഇബ്നു ഹജർ അല്ലെ, എല്ലാ രണ്ടുപേരും ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അറിയാത്തവര് മനസ്സിലാക്കുക. അഹ്മദ് ബിൻ ഹജർ ഹൈത്തമി എന്ന് പറഞ്ഞാൽ തുഹ്ഫ എന്ന് പറയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ കർത്താവാണ് ബഹുമാനപ്പെട്ട ശൈഖുന അഹ്മദ് ബിൻ ഹജർ അൽ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമി വഅസ്റാരിഹി ഫിദ്ദാറൈൻ ആമീൻ. മഹാൻ പറയാണ് വയതഅയ്യനു ഫർളുഹു, അത് കഴുകൽ നിർബന്ധമാണെന്ന് നിർണയമാണ്. എന്ന് കഴുകിയേ മതിയാവും. വയതഅയ്യനു ഫർളുഹു, അത് കഴുകൽ നിർബന്ധമാണെന്നത് നിർണയമാണ്. ഫീമാ ഇദാ മസ്സത്തി നജാസത്തു, നജസ് സ്പർശിക്കുന്നിടത്ത്. ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വല്ലതിനെയും, ഖുർആൻ എഴുതപ്പെട്ട വല്ലതിനെയും നജസ് സ്പർശിക്കുന്നുവെങ്കിൽ കഴുകൽ നിർബന്ധമാണെന്ന് പിന്നെ പറയാനൊന്നുമില്ല. ഫത്വ മാത്രമല്ല, അങ്ങനെ തന്നെയാണ്. വയതഅയ്യനു ഫർളുഹു, കഴുകൽ ഫർളാണെന്നത് നിർണയമാണ്. ഫീമാ ഇദാ മസ്സത്തി നജാസത്തു, നജസ് സ്പർശിക്കുന്നതിൽ. ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വല്ലതിനെയും. ബിഖിലാഫി മാ ഇദാ കാനത് ഫീ നഹ്വിൽ ജിൽദി അവിൽ ഹവാശി, തോല് പോലോത്തതിലോ, തോല് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ചട്ട പോലോത്തതിലോ അല്ലെങ്കിൽ സൈഡ് പോലോത്തതിലോ ആയതിന് എതിരായിട്ട്, ഖുർആൻ എഴുതപ്പെടാത്ത ചട്ടയിലോ അല്ലെങ്കിൽ പുറം മറ്റേ സൈഡ് ഭാഗത്തോ ഇതിൽ എഴുതാത്ത വെള്ളയുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ നിർബന്ധമില്ല. ഖുർആൻ നേരെ എഴുത്ത് തന്നെയാണ് നജസ് സ്പർശിച്ചതെങ്കിൽ നിർബന്ധമാണെന്നത് തന്നെയാണ് നിയമമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനായും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. വയതഅയ്യനു ഫർളുഹു, കഴുകൽ ഫർളാണെന്നത് നിർണയമാണ്. ഫീമാ ഇദാ മസ്സത്തിൻ നജാസത്തു, നജസ് സ്പർശിക്കുന്നിടത്ത്. ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വല്ലതിനെയും. ബിഖിലാഫി മാ ഇദാ കാനത് ഫീ നഹ്വിൽ ജിൽദി, ചട്ട പോലോത്തതിലായതിനെതിരായി. അവിൽ ഹവാശി, അല്ലെങ്കിൽ സൈഡുകൾ പോലോത്തതിൽ എതിരായിട്ട്. ഫർഖുൻ, ഇത് പറയുമ്പോൾ പറയേണ്ട മറ്റൊരു വിഷയം, പിരിഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സാന്ദർഭികമായി ചോദിക്കുന്ന വിഷയം. ഞാൻ ചോദിക്കാണ്, ഞാനൊരു ടൗവല് നജസായി, ആ നജസായ ടൗവല് ഞാൻ കഴുകി, ടൗവല് ശുദ്ധിയായി. എന്നാൽ ഈ കഴുകിയ വെള്ളം ശുദ്ധിയാണോ അല്ലേ? ഉത്തരറിയുന്നവര് ടെക്സ്റ്റ് ചെയ്തോളൂ. നജസായ വസ്തു കഴുകാൻ ഞാൻ ഉപയോഗിച്ച വെള്ളം അത് ത്വാഹിറാണോ അല്ല നജസാണോ? തവ്വല് കഴുകാൻ ഉപയോഗിച്ച വെള്ളം അത് ത്വാഹിറാണോ അത് നജസാണോ? തഹൂറല്ല, കാരണം ഫർദിൽ ഉപയോഗിച്ചതാണ്. ത്വാഹിറാണോ നജസാണോ എന്നാണ് ചോദ്യം. ത്വാഹിറാണെങ്കിൽ ത്വാഹിർ, നജസാണെങ്കിൽ നജസ് എന്ന് ടെക്സ്റ്റ് ചെയ്യുക. ത്വാഹിർ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്വാഹിർ, ത്വാഹിർ രണ്ടുപേരാണ് ടെക്സ്റ്റ് ചെയ്തത്. ത്വാഹിർ എന്ന്. മറ്റുള്ളവരുടെ ടെക്സ്റ്റ് ഒന്നും കാണുന്നില്ല. അബു ഹസൻ പോയോ? മുത്തനജ്ജിസ്, അബു സഫീദ ഇപ്പോൾ വന്നതാണെന്ന് തോന്നുന്നു. മുത്തനജ്ജിസ് എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാഫർ മണ്ണിയിൽ മനസ്സിലായില്ല, ഞാനൊന്നും കൂടി ആവർത്തിക്കാം. അതായത് നേരത്തെ എന്റെ ഒരു ടൊവൽ നജസായി ഞാൻ പറഞ്ഞിരുന്നല്ലോ, നേരത്തെ ഒരു ടൊവൽ എടുത്തിരുന്നു, അതുകൊണ്ടാണ് ടൊവൽ കൊണ്ടത്. എന്റെ ടൊവൽ നജസായി. ടൊവൽ നജസായി ഞാൻ എന്ത് ചെയ്യും? ബക്കറ്റിലേക്ക് അങ്ങോട്ടിടാതെ വെള്ളം എന്റെ ടൊവലിലേക്ക് ഒഴിക്കും. അപ്പൊ ടൊവൽ വൃത്തിയാക്കും.
ഇങ്ങനെ വൃത്തിയാക്കി ആ വെള്ളം ഉണ്ടല്ലോ, ഈ ടവ്വൽ വൃത്തിയാക്കാൻ ഉപയോഗിച്ച വെള്ളം, അത് ത്വാഹിറാണോ അല്ല മുത്തനജിസാണോ? ആ ടവ്വൽ, ആ നജസായ വസ്തു വൃത്തിയാക്കാൻ ഉപയോഗിച്ച വെള്ളം ത്വാഹിറാണോ നജസാണോ? ത്വാഹിർ എന്ന് രണ്ടുപേര് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. നജസ് എന്ന് ഷനപുൻ നസഫി, നജസ് എന്ന മറ്റൊരു സുഹൃത്ത് നജസ് ജാഫർ മണ്ണിയിൽ നജസ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് പ്രഖ്യാപിച്ചത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാം. ഫറവുൻ ഒസാലത്തുൽ മുതനജ്ജിസി, നജസായ വസ്തു കഴുകപ്പെട്ട വെള്ളം. ഒസാലത്ത് എന്നാണ് അതിന് പേര് പറയാം. ഒസാലത്തുൽ മുതനജ്ജിസ്, നജസിനെ കഴുകപ്പെട്ട വെള്ളം. വലവു മഅഫുവൻ അൻഹു, അത് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസാണെങ്കിലും ശരി. ഉദാഹരണത്തിന് അല്പം ചോര എന്റെ ശരീരത്തിലായി, അത് കഴുകിക്കൊള്ള നിർബന്ധമില്ല, പക്ഷെ കഴുകിയാൽ അപ്പൊ എല്ലാം ചെയ്യുമ. കദമിൻ കലീലിൻ, ഏതുപോലെ അല്പം രക്തം പോലെ. അഫു ചെയ്യപ്പെടുന്ന നജസ് ഏതുപോലെ കുറഞ്ഞ രക്തം പോലെ. അപ്പൊ പക്ഷെ കഴുകിയാലുള്ള നിയമം ഇത് പറയാൻ പോകും. വസാലത്തുൽ മുതനജ്ജിസ്, നജസായ വസ്തുവിനെ കഴുകപ്പെട്ട വെള്ളം. വലവു മഅഫുവൻ അൻഹു, അത് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസാണെങ്കിലും, വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസ് കദമിൻ ഖലീലിൻ, കുറഞ്ഞ രക്തം പോലെ. അങ്ങനെയാണെങ്കിൽ ഇനിം ഫസലത്ത്, അത് വിട്ടുപിരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ടവലിൽ നിന്നും പുറത്തേക്ക് വന്നു അല്ലെ, ടവല് കഴുകുമ്പോൾ ടവലിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ വക്കത് സാലത്ത്, അടുത്ത ഭാഗം ജാഫർ മണ്ണി തന്നെ രക്ഷേണ്ടി വരും. വക്കത് സാലത്തിൽ ഐനു വസിഫാത്തുഹ, അതിന്റെ തടിയും അതിന്റെ വിശേഷണങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടവല് ശുദ്ധിയായിട്ടുണ്ട്. ടവല് അല്ലെ, മൂത്രമായ ടവലിന് നിറവോ രുചിയോ ഒന്നുമില്ല. വക്കത് സാലത്തിൽ ഐനു വസിഫാത്തുഹ, തടിയും അതിന്റെ വിശേഷണങ്ങളും ഒക്കെ നീങ്ങിയിട്ടുമുണ്ട്. വലം തതഗയ്യർ, വെള്ളം പകർച്ചയായിട്ടുമില്ല. ഈ ഒസാലത്ത് പകർച്ചയായിട്ടുമില്ല. വലം യസിദു വസ്നുഹ, വെള്ളത്തിന്റെ തൂക്കം അധികരിച്ചിട്ടുമില്ല. ബഅദ ഇഅ്തിബാരി മാ യഖുദുഹു സൗബു, വസ്ത്രം സ്വീകരിച്ച ഒന്ന് പരിഗണിച്ചതിന് ശേഷം അല്ലെ. കാരണം കുറച്ച് എന്തായിട്ടുണ്ട്, കുറഞ്ഞ വെള്ളം ആര് സ്വീകരിച്ചിട്ടുണ്ട്? ടവല് എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ എത്ര പിഴിഞ്ഞാലും ടവല് നനഞ്ഞിരുന്നാലും അതിനാവശ്യമായ ഒരു വെള്ളം ആരെടുത്തിട്ടുണ്ട്? വസ്ത്രം എടുത്തിട്ടുണ്ട്. ആ വസ്ത്രം എടുത്ത ഒന്ന് പരിഗണിച്ചതിന് ശേഷം മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന്. അതുപോലെ വൽ മാഉ മിനൽ വസ്ഖി, ഒരുപക്ഷെ ചേറുള്ള ടവലാണെങ്കിൽ വെള്ളത്തിന് എന്തും കിട്ടിയിട്ടുണ്ടാവും, ചേറും കിട്ടിയിട്ടുണ്ടാവും. ഇത് രണ്ടും പരിഗണിച്ചിട്ടും തൂക്കം എന്ത് ചെയ്തിട്ടില്ല? കൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച വെള്ളം തന്നെയാണുള്ളത്. അത്തരം, അതായത് ചേറ് കൂടിയിട്ട് വെള്ളം കൂടിയിട്ടുമില്ല, വെള്ളത്തിൽ നിന്ന് വസ്ത്രം എടുത്തത് കാരണം വെള്ളം കൂടിയിട്ടുമില്ല. ഏതായാലും വെള്ളം നമ്മൾ നേരത്തെ എടുത്തത്ര തന്നെ ഉണ്ട്. സാധാരണ നമ്മൾ നേസൊക്കെ കഴുകി അങ്ങനെ തന്നെ വരിക. ചിലപ്പം മൂത്രമൊക്കെ കഴുകിയാൽ ചിലപ്പം കൂടുതൽ കിട്ടും. കാരണം എന്തുകൊണ്ട്? മൂത്രം നന്നായിട്ടുള്ള വസ്തുവാണെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ കൂടെ വെള്ളം കൂടുമല്ലോ. ഈ മൂത്രം എന്ത് ചെയ്യും? മറ്റേ വെള്ളത്തിൽ കൂടും. അങ്ങനെ കൂടിയിട്ടില്ല. എന്നിട്ട് വഖത്ത് തഹുറൽ മഹല്ലു, കഴുകപ്പെട്ട സ്ഥലം ശുദ്ധിയായിട്ടുമുണ്ട്. എന്നാൽ ത്വാഹിറത്തുൻ, ആ കഴുകപ്പെട്ട വെള്ളവും ത്വാഹിറാണ്. അപ്പോൾ നേരത്തെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് ത്വാഹിറാണോ നജസാണോ എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു ടവല് കഴുകിയത് ശുദ്ധിയായില്ല, അപ്പൊ ആ കഴുകപ്പെട്ട വെള്ളം നജസാണ് അല്ലെ, മുത്തനജിസാണ്. അതേസമയം നമ്മൾ ടവല് കഴുകി വെള്ളം ശുദ്ധിയായി, വെള്ളത്തിൽ കൂടിയിട്ടൊന്നുമില്ല, എടുത്ത വെള്ളം തന്നെയുണ്ട്, അല്പം കുറവേ ഉള്ളൂ. കാരണം വസ്ത്രം എടുത്തോണ്ട് കുറഞ്ഞ കുറവുണ്ട്. എന്നാൽ വെള്ളത്തിന് കുഴപ്പമില്ല, വെള്ളം ത്വാഹിറാണ്. മനസ്സിലായി കാണും. ഒന്നുകൂടി പറയാം, നമ്മളൊരു വെള്ളം നജസ് കഴുകാൻ ഉപയോഗിച്ച വെള്ളം ത്വാഹിറാണോ എന്ന ചോദ്യത്തിന്റെ ഒറ്റയടിക്ക് ഉത്തരം ത്വാഹിറെന്നോ നജസ്സെന്നോ പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് പരിഗണിക്കേണ്ടത്. ഒന്ന്, വസാലത്തുൽ മാഇ, വെള്ളം വസാലത്തുൽ മുതനജിസ്, നജസ് കഴുകപ്പെട്ട വെള്ളം അല്ലെ. വലവ് മഅഫുവൻ അൻഹു, നജസ് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസാണെങ്കിലും ശരി. വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസ് ഏതുപോലെ? കദമിൻ ഖലീലിൻ, കുറഞ്ഞ വെള്ളം പോലെ അല്ല, കദമിൻ ഖലീലിൻ, കുറഞ്ഞ രക്തം പോലെ. അങ്ങനെയാണെങ്കിൽ ഇനിം ഫസലത്ത്, അത് വിട്ടുപിരിഞ്ഞാൽ അത്തരത്തിൽ വഖദ് സാലത്തിൽ ഐനു വസിഫാത്തുഹ, തടിയും അതിന്റെ വിശേഷണങ്ങളും നിറവും രുചിയൊക്കെ പോയിട്ടുണ്ട്. വലം തതഗയ്യർ, ആ കഴുകപ്പെട്ട വെള്ളം എന്തില്ല? പകർച്ചയായിട്ടുമില്ല. ജാഫർ മണ്ണീൽ സാഹിബ്, വലം തതഗയ്യർ, ആ കഴുകപ്പെട്ട വെള്ളം പകർച്ചയായിട്ടുമില്ല. വലം യസിദു വസ്നുഹ, ആ വെള്ളത്തിന്റെ തൂക്കം അധികരിച്ചിട്ടുമില്ല. വെള്ളം തൂക്കം അധികരിക്കൽ എങ്ങനെ? അല്പം അധികരിക്കും, പക്ഷെ അത് ഏത് കൂട്ടണം? കാരണം ചേറൽപ്പം കിട്ടിയ വെള്ളത്തിന്റെ തൂക്കം അധികരിക്കും. ബഅദ ഇഅ്തിബാരി മാ യഖുദുഹു സൗബു,
വസ്ത്രം സ്വീകരിച്ച ഒന്ന് പരിഗണിച്ചതിന് ശേഷം, കാരണം അല്പം ഭാഗം വസ്ത്രം സ്വീകരിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം അല്പഭാഗം ആരെടുത്തിട്ടുണ്ട്, ഈ ടവൽ എടുത്തിട്ടുണ്ട്, അത് പരിഗണിച്ചതിന് ശേഷവും മിനൽ മായി വെള്ളത്തിൽ നിന്ന്, വൽ മാഉ വെള്ളം സ്വീകരിച്ചിട്ടുണ്ട് മിനൽ വസഹി ചേറിൽ നിന്നും, അല്ലെ, അല്പം ചേറും മറ്റൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിനും അല്പം ഇതിനും തൂക്കം കൂടും. അപ്പൊ ഇത് രണ്ടും പരിഗണിച്ചതിന് ശേഷവും എന്ത് ചെയ്തിട്ടില്ല, ആ തൂക്കം കൂടിയിട്ടുമില്ല. വഖത്ത് തഹുറൽ മഹല്ലു കഴുകിയ സ്ഥലം എന്തായിട്ടുമുണ്ട്, ശുദ്ധിയായിട്ടുമുണ്ട്. എന്നാൽ ത്വാഹിറത്തുൻ ആ നജസ് കഴുകപ്പെട്ട വെള്ളം ത്വാഹിറാണ് അല്ലെങ്കിൽ നജസാണെന്ന് പ്രഖ്യാപിക്കണം. അതെങ്ങനെ ഇപ്പൊ തീരുമാനിക്കുക? വെള്ളമൊക്കെ തൂക്കി നോക്കാനൊക്കെ കഴിയോ? വെള്ളമൊക്കെ ഇപ്പൊ തൂക്കി നോക്കാനും കൂടിയെന്നൊക്കെ നമുക്ക് നോക്കാൻ കഴിയോ? അതിന് ശൈഖുന പറയാണ്, കാല ശൈഖുന വയദ്ഹറുൽ ഇക്തിഫാഉ ഫീഹിമാ, ഇവ രണ്ടിലും മതിയാക്കൽ പ്രകടമാണ്, ഇവ രണ്ടിലും മതിയാവൽ ലാഹിറാണ്, വ്യക്തമാണ്. ബില്ലന്നി ധാരണ കൊണ്ട്, ഏകദേശം ധാരണ, പകർച്ചയായിട്ടൊന്നുമില്ല, വെള്ളം കൂടിയിട്ടൊന്നുമില്ല എന്ന് തീരുമാനിക്കാലോ, അതന്നെ ഏകദേശ ധാരണ. അപ്പം വലിയ വലിയ നജസൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികം ചിലപ്പം വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പാടത്തും മറ്റൊക്കെ പണിയെടുക്കുന്ന ആളെ പാടത്തിൽ മറ്റേതിന്റെ കാഷ്ടവും ഇതിന്റെ ഈ കന്നുകാലികളൊക്കെ കാഷ്ടവും മറ്റൊക്കെ ധാരാളം ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ ആ വന്ന് ഡ്രസ്സൊക്കെ കഴുകുമ്പോൾ സംഭവം ചിലപ്പോൾ ഒരു പക്ഷേ ഈ കാഷ്ടത്തിന്റെ കൂടി അംശമൊക്കെ വെള്ളത്തിൽ കിട്ടാൻ വകുപ്പുണ്ട്. അല്ലാതെ സാധാരണ രൂപത്തിലൊക്കെ കഴുകുമ്പോൾ കഴുകപ്പെട്ട വെള്ളം ശുദ്ധിയാവാനാണ് സാധ്യത, അല്ലെ. വയദ്ഹറുൽ ഇക്തിഫാഉ ഓരോരുത്തരുടെയും തന്നെ പോലെ ഇരിക്കും നിയമട്ടോ. വയദ്ഹറുൽ ഇക്തിഫാഉ ഫീഹിമ ഇവ രണ്ടിലും മതിയാവൽ ലാഹിറാണ്, ബില്ലന്നി ഏകദേശ ധാരണ കൊണ്ട്. മനസ്സിലായല്ലോ? ഈ പകർച്ചയായിട്ടില്ല എന്നിടത്തും സായിദയായിട്ടില്ല എന്നിടത്തും, വെള്ളം പകർച്ചയായിട്ടൊന്നുമില്ല അതുപോലെ സായിദ്യമായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ഇതാണ് ലന്നു മതിയാകും. ഇനി അടുത്തൊരു ഫർഖ് കൂടിയാണ്, അല്ലെ. ഇൻഷാ അല്ലാഹ് ഏകദേശം 6:15 ഞാൻ ക്ലാസ്സിൽ 6:20 കഴിഞ്ഞ് 6:23 ക്ലാസ്സിൽ വരാൻ വൈകിയതല്ല, ക്ലാസ്സിൽ ഏകദേശം സമയത്ത് എത്തിയിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, നെറ്റ് വളരെ സ്ലോ ആയതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരോടും ദുആ ചെയ്യാനും ആവശ്യപ്പെടുകയാണ്. കാരണം എന്താ അറിയില്ല, ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തവർ വല്ലാത്തൊരു ക്ഷീണം അനുഭവിക്കാം. കഴിഞ്ഞ ഒരു 2 ദിവസം ക്ലാസ് എടുത്തു, പിന്നെ വല്ലാതെ ഒരാഴ്ച കാലം ഏകദേശം അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് ക്ലാസ് റൂമിൽ വരുമ്പം പറയും ക്ലാസ് ഫ്രീ അല്ലേ, പക്ഷെ ഈ ടൈമിൽ തന്നെ വരാൻ മടിയാകുകയാണ് ലാസ്റ്റ്. കാരണം അബ്ദുള്ള തോട്ടക്കാട് സാഹിബിനെ പോലത്തെ ആൾക്കാരോട് ഇപ്പൊ സുഖമില്ല എന്ന് പറയാൻ വിഷമം തോന്നിയിട്ട്, കാരണം ഏകദേശം ഒരു 1.5 ആഴ്ചയോളം നന്നായി പുണ്ണ് അനുഭവിച്ചു. ഏതായാലും അതുകൊണ്ടാണ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. നമുക്ക് അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെയും വേണ്ടപ്പെട്ട രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ തരുമാറാവട്ടെ. പ്രത്യേകിച്ച് വായക്കുന്നുണ്ടൊക്കെ അസുഖം വന്നാൽ ഇത് മുന്നോട്ട് പോകില്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യണം. നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിവതും തുടർന്നു കൊണ്ടുപോകണം. നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും മറ്റുള്ള സുഹൃത്തുക്കളുടെയൊക്കെ സാന്നിധ്യം കഴിവതും ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ക്ലാസ് കൂടുതൽ ഉപകാരപ്രദമായി നാഫിയായ നിലക്ക് നമുക്ക് വിനിയോഗിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് 3 സ്വലാത്ത് ചൊല്ലി, നമുക്ക് തുടക്കത്തിൽ ദുആ ചെയ്തിട്ടില്ല, ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹി ഐഡിയിൽ ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട്